ചോദിച്ചോളി, ചോദ്യക്കാർക്ക് ചോദിക്കാം. സെഹർ ഒഴിഞ്ഞു വാങ്ങുന്നതിൻ്റെ വിധി എന്ത്? നമ്മളെ ഈ ക്ലാസ്സിലേക്ക് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി അനവധി ആളുകൾ ഈ വിഷയം അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് മുഖേനയായിട്ട് അയച്ച ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഈ ഒഴിഞ്ഞു വാങ്ങൽ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഒഴിഞ്ഞു വാങ്ങലിൻ്റെ വിധി എന്താണ്? ഒഴിഞ്ഞു വാങ്ങൽ ഹലാലായ ഒഴിഞ്ഞു വാങ്ങലും ഉണ്ട്, ഹറാമായ ഒഴിഞ്ഞു വാങ്ങലും ഉണ്ട്. അറബി ഭാഷയിൽ അതിനെ നുഷ്റത്ത് എന്ന് പറയും. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയില് നുഷ്റത്തിനെ കുറിച്ച് ഒരു അധ്യായം തന്നെ ഉണ്ട്. ഹൽ യുസ്തഖ്റജു സിഹ്റു ബാബുൻ ഹൽ യുസ്തഖ്റജു സിഹ്റു എന്ന അധ്യായത്തിൽ ഖതാദ റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബികളാണ്. അവർ തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ അധ്യായത്തിൽ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. റജുലുൻ ബിഹി തിബ്ബുൻ അയുഹല്ലു അൻഹു ഔ യുൻഷറു ഫഖാല സഈദ് ലാ ബഅസ ബിഹി ഫഅമ്മാ മാ യൻഫഉ നാസ ഫലം യുൻഹ അൻഹു എന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഖതാദക്ക് കൊടുക്കുന്ന മറുപടി ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന വരിയാണ് ഇപ്പൊ ഈ പറയുന്നത്. പ്രഗൽഭ സ്വഹാബിയായ ഖതാദ റളിയല്ലാഹു അൻഹു സഈദ് ബിൻ മുസയ്യിബിനോട് ചോദിക്കുന്ന ചോദ്യം, ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റി ചോദിക്കുന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു സഈദ് ബിൻ മുസയ്യിബിനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: റജുലുൻ ബിഹി തിബ്ബുൻ ഐ ബിഹി സിഹ്റുൻ, ഒരാളിൽ സിഹ്ർ ബാധിച്ചിരിക്കുന്നു. അയുഹല്ലു അൻഹു, അയാളെ തൊട്ട് അതിനെ അഴിച്ചെടുക്കാൻ പറ്റുമോ? ഔ യുൻഷറു, അഥവാ ഒഴിഞ്ഞു വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്ന് പ്രഗൽഭ സ്വഹാബിയായ ഖതാദ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആരോട്? സഈദ് ബിൻ മുസയ്യിബിനോട് റളിയല്ലാഹു അൻഹു. രണ്ടാളും പ്രഗൽഭരായ സ്വഹാബികളാണ്. ഈ സംഭവം ഉദ്ധരിക്കുന്നതാകട്ടെ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി തങ്ങളാണ്. ബാബുൻ ഹൽ യുസ്തഖ്റജു സിഹ്റു എന്ന ഒരു അധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഫഖാല സഈദ്, അപ്പോൾ സഈദ് റളിയല്ലാഹു അൻഹു ഖതാദയോട് പറയുന്ന മറുപടി ലാ ബഅസ ബിഹി, ഒഴിഞ്ഞു വാങ്ങിയെടുക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. വഅമ്മാ മാ യൻഫഉ നാസ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഫലം യുൻഹ അൻഹു, അതിനെ തൊട്ട് വിരോധിച്ചിട്ടില്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ അവിടെ ഫത്ഹുൽ ബാരി കൊടുക്കുന്നുണ്ട്. വമിമ്മൻ സ്വറഹ ബിജവാസിൻ നുശ്റതി അൽ മുസ്നി സ്വാഹിബു ശഫീഇ. മനസ്സിലായില്ല? ഇവിടെ ഈ വരിയുടെ താഴെ ഫത്ഹുൽ ബാരി വിശദീകരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഈ വരിക്കൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. വമിമ്മൻ സ്വറഹ ബിജവാസിൻ നുശ്റ, ഒഴിഞ്ഞു വാങ്ങൽ ജായിസാകും എന്നതുകൊണ്ട് വ്യക്തമാക്കിയ ഒരുപാട് ഫുഖഹാക്കൾ ഉണ്ട്. വമിൻഹും മൻ സ്വറഹ, വ്യക്തമായി തന്നെ ഒഴിഞ്ഞു വാങ്ങാം. ഒഴിഞ്ഞു വാങ്ങി, അതായത് സിഹർ ബാധിച്ചാൽ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഇതൊക്കെയാണ് പിന്നെ പറയാം. ഒഴിഞ്ഞു വാങ്ങി തലേന്നൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാം? ചില പ്രത്യേക വസ്തുക്കൾ കൊണ്ടൊക്കെ ഖുർആൻ ആയത്തൊക്കെ ഓതി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുത്തെടുക്കുമല്ലോ. മനസ്സിലായില്ലേ? അത് ജായിസാകും എന്ന് വ്യക്തമായി പറഞ്ഞ ഒരുപാട് ഇമാമിയങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അൽ ഇമാമുൽ മുസ്നി സ്വാഹിബു ശഫീഇ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ശക്തി പകർന്ന മഹാനാണ് ആര്? ഇമാം ഷാഫിഈ തങ്ങളുടെ കൂടെയുള്ള സ്വാഹിബാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു. നുശ്റത്ത് ജായിസാകും, ഒഴിഞ്ഞു വാങ്ങിയെടുക്കാം, അത് ജായിസാകും എന്ന അഭിപ്രായം അവിടെ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഇമാം ഷാഫിഈ തങ്ങളുടെ സ്വാഹിബായ
ഇമാം മുസ്ലിമിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇമാം ജാബിർ തങ്ങളുടെ പ്രഗൽഭ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് അവിടെ താഴെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. എന്താണ് ഹദീസ്? ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാല ലാ, അത് പറ്റൂല എന്ന് മുസ്തഫ നബി പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതെങ്ങനെയോ യോജിക്കുക ഹബീബ ഫഅറദു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാല നുശ്റത്തിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിലെ ഒഴിഞ്ഞു വാങ്ങിയെടുക്കുന്ന വിധങ്ങൾ അവർക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫഖാലല്ല, ഈ ഒഴിഞ്ഞു വാങ്ങൽ പറ്റൂല എന്ന് റസൂൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇത് ഫത്ഹുൽ ബാരിയും സ്വഹീഹുൽ ബുഖാരിയും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ പറയും ഒഴിഞ്ഞു വാങ്ങാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞ വാക്ക് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ എന്ന്. ചില ആളുകൾ പറയും ഒഴിഞ്ഞു വാങ്ങാം എന്നും ബുഖാരിയിലില്ലേ. എന്താ ഇവിടെ ഫത്ഹുൽ ബാരി വിശദീകരിക്കുന്നുണ്ട്. എന്ത്? ജാഹിലിയ ഹബീബ ഫഇന്നമാ ഹറമ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാലൻ നുശ്റ അഅറദു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാലൻ നുശ്റത്തിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഷിർക്കിന്റെ പദങ്ങളും പ്രയോഗങ്ങളും കൊണ്ട് അവർ നടത്തിയിരുന്ന ഒഴിഞ്ഞു വാങ്ങൽ അവർ റസൂലുള്ളാഹിക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലല്ല, ഒരിക്കലും ഇത് പറ്റൂല എന്നും റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവില്ലേ പറഞ്ഞത്? അപ്പൊ ഒഴിഞ്ഞു വാങ്ങാൻ ജനങ്ങൾ അങ്ങനെ ചില ആളുകൾ വഞ്ചിക്കും, പൂർത്തിയായി പറയില്ല. ബുഖാരി എടുത്തു നോക്ക്, അവിടെ ജാബിറിനെ തൊട്ട് ഇങ്ങനെ ഒരു വരിയില്ലേ, എങ്ങനെ ഒഴിഞ്ഞു വാങ്ങാൻ പറ്റോന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹ് പറ്റൂലെന്ന്. അല്ല, ഇവിടെ ചില ആളുകൾ ജനങ്ങളെ വഞ്ചിക്കും. എങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാന്ന് പറഞ്ഞാല്, ഒഴിഞ്ഞു വാങ്ങാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹ് പറഞ്ഞ ഹദീസ് ബുഖാരിയിലില്ലെന്ന് ചോദിക്കും. അപ്പൊ പാമര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിന്റെ നമ്പറും മറ്റും എടുത്തിട്ട് നേരെ നമ്മള് നെറ്റിൽ അടിച്ചു നോക്കിയാൽ ആ ഹദീസ് ബുഖാരിയിൽ ഉണ്ട് താനും. എന്ത്? ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റി മുസ്തഫ നബിയോട് ചോദിച്ചപ്പോ മുസ്തഫ നബി എന്ത് പറഞ്ഞ്? പറ്റൂല. അപ്പൊ ഈ ഹദീസ്, അപ്പൊ സാധാരണ ജനങ്ങൾ എന്ത് വിചാരിക്കും? ഈ ഒഴിഞ്ഞു വാങ്ങാന്നുള്ള പ്രവർത്തനം ഒരു തെറ്റായ കാര്യമായിട്ട് ജനങ്ങൾ വിചാരിക്കും. അപ്പൊ ഈ ഒഴിഞ്ഞു വാങ്ങുന്ന പ്രവർത്തനമൊക്കെ സുന്നികൾ ചെയ്യുന്നുണ്ടല്ലോ. സുന്നികൾ മാത്രല്ല, കുടിഞ്ഞോരൊക്കെ ചെയ്യുന്നുണ്ട്. അത് വേറെ വർത്താനം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ സാധാരണയായി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളെയും മറ്റും ആക്ഷേപിക്കും. ഇത് എന്താ സംഭവം എന്നാൽ, കാര്യം മനസ്സിലാകാത്തയോ അല്ലെങ്കിൽ മനസ്സിലായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ രണ്ട് റിവായത്തും എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹിയോട് ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റി ചോദിച്ചപ്പോ പറ്റൂല എന്ന് പറഞ്ഞ വഴിയും ഉണ്ട്, എന്നാൽ ഒഴിഞ്ഞു വാങ്ങാൻ പറ്റുമെന്ന് ബുഖാരി ഇമാം പറഞ്ഞ വഴിയും ഉണ്ട്. അപ്പൊ അവിടെ എന്താ അത് തമ്മിലുള്ള വ്യത്യാസം? അവിടെ ഫത്ഹുൽ ബാരി വിശദീകരിക്കുന്നുണ്ട്. ഫഇന്നമാ ഹറമ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅമാലൻ നുശ്റ, നുശ്റത്തെ ഒഴിഞ്ഞു വാങ്ങൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി കാണിച്ചത്, വിരോധിച്ചത് എന്താണ്? അഅറദു അല നബിയിൽ മുസ്തഫ അഅമാലൻ നുശ്റത്തിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ചില പ്രത്യേക പിശാചുക്കളുടെയും പ്രത്യേക ജിന്നുകളുടെയും പേരുച്ചരിച്ചുകൊണ്ട് ഷിർക്കിന്റെ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് അവർ നടത്തുന്ന എന്തുണ്ടായിരുന്നു? ഒഴിഞ്ഞുവാങ്ങൽ. അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഉദാഹരണം പറയാം. ഇപ്പൊ ഒഴിഞ്ഞു വാങ്ങുന്ന ചില വസ്തുക്കൾ ആയത്തിന്റെയോ ചില അസ്മാओ എഴുതും. അള്ളാന്റെ അസ്മാ ആയാത്തുകൾ ഒക്കെ എഴുതിയതിനു ശേഷം അത് കയ്യിൽ പിടിച്ച ഒരാള് ഇന്നാലിന്ന ആയത്തോടി, ഒരു ഉദാഹരണം പറയാം, യാസീൻ, ഈ സാധനം അയാൾ കയ്യിൽ പിടിക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ആ യാസീൻ ഇങ്ങനെ ഓടും. എന്നിട്ട് മൊബൈലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു വാങ്ങിയിട്ട് എടുക്കും. മൂർത്താവിന് ഇങ്ങനെ ഒഴിഞ്ഞു വാങ്ങിയിട്ട് കാല് ഒഴിഞ്ഞു വാങ്ങിയിട്ട് എടുക്കും. പിന്നെ മൂർത്താവിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു അമല് സാധാരണ കണ്ടുവരാറുണ്ട്. അത് ജായിസായ നുശ്റത്താണ്. കാരണം അതിൽ ചികിത്സ എന്തുകൊണ്ടാണ്? യാസീൻ കൊണ്ടും ഖുർആനിക ആയത്ത് കൊണ്ടും അള്ളാന്റെ അസ്മാവുകൾ കൊണ്ടുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒഴിഞ്ഞു വാങ്ങൽ എന്തല്ല?
ഹറാമല്ല. മാത്രമല്ല ഇസ്തിഖ്റാജ് ചെയ്യണം. സിഹ്ർ ഉള്ളിൽ പ്രവേശിച്ചാൽ സിഹ്റിനെ ഹലാലായ വഴിയിൽ പുറപ്പെടുവിക്കണം, പുറത്തേക്ക് വലിച്ചിടണം എന്ന് ബുഖാരി അടക്കമുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അപ്പൊ ഇതിലൊന്നും തെറ്റില്ല. പക്ഷെ അവലംബിക്കുന്ന മാർഗം എന്തായിരിക്കണം? ശർഈയായ മാർഗം ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കണം. ഞാൻ വിശദീകരിക്കാത്തത് കൊണ്ടാണ്. ഇത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ സാദുൽ കിതാബുൽ തുബ്ബുൻ നബവിയാണ്. ആരുടെ? ഇബ്നുൽ ഖയ്യിമിന്റെ. ഇബ്നുൽ ഖയ്യിം ഇതിൽ വിശദമായ ചർച്ചകൾ പറയുന്നുണ്ട്. എന്ത്? ഈ നുഷ്റത്തിനെ പറ്റി, ഈ ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ. ഈ ഒഴിഞ്ഞു വാങ്ങിയെടുക്കൂട്ട് സിഹ്ർ ബാത്തിലാകുന്നതിൽ കേമനായിരുന്നു എന്റെ ഉസ്താദ്. ആര്? ഇബ്നു തൈമിയ്യ എന്ന് പറയുന്നുണ്ട്. ആര്? ഇബ്നുൽ ഖയ്യിം. കിതാബ് തുബ്ബുൻ നബവി നിഷേധിക്കാൻ ഒരാൾക്കും പറ്റൂല. മനസ്സിലായോ? എത്രത്തോളം എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഒഴിഞ്ഞു വാങ്ങുമ്പോൾ എന്തു ചെയ്യും? ഇനി ഒഴിഞ്ഞു വാങ്ങാന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് ഒഴിഞ്ഞു വാങ്ങേണ്ടി വരൂല. ചില ആളുകളെ തഖറുബ് കൊണ്ട് തന്നെ ഉള്ളിൽ ദാഖിലായ ശൈത്താൻ ഓടിപ്പോകും. ചിലപ്പോൾ ഒരാള് അത്രയും പവറുള്ള ഒരാള് മസ്ഹൂറായ സിഹ്ർ ബാധിച്ച ആളടുത്ത് വന്ന് നിന്ന് ഒരൊറ്റ നോട്ടം നോക്കിയോ ഒരു വാക്ക് മിണ്ടുകയോ ചെയ്താൽ തന്നെ എന്താവും? ആ ഉള്ളിൽ കിടക്കുന്ന സിഹ്ർ ചെയ്യപ്പെട്ട സിഹ്ർ അവിടെ ഉണ്ട്, ഉള്ളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പിശാചിറങ്ങി ഓടും. ഇതിനുപോൽബലകമായ സംഭവങ്ങള് പലയിടത്തും കാണുന്നുണ്ട്. ഒരു സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ത്വായിഫിലേക്ക് അവിടെ ഗവർണറായി നിശ്ചയിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കുമ്പോൾ ഒരു തരം ഹലല്, മര്യാദക്ക് നിസ്കരിക്കാൻ കഴിയില്ല. ഗവർണറാണ്, ഇമാമത്ത് നിൽക്കേണ്ട ആളാണ്. ആര്? പറ. ഒരു നാട്ടിലെ ഇമാമാണല്ലോ, മനസ്സിലായില്ല? അവിടുത്തെ ശർഈയായ കാര്യങ്ങൾ നടത്തേണ്ട ആളാണ്. ആര്? ഗവർണര്. മക്കത്താണെങ്കിൽ മുസ്തഫ നബി, മദീനത്താണെങ്കിൽ മുസ്തഫ നബി, അല്ലെങ്കിൽ വഫാത്തായപ്പോൾ സിദ്ദീഖുൽ അക്ബർ, അല്ല ഉമർ ഇബ്നു ഖത്താബ്, ഇവരൊക്കെയാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ത്വായിഫിലേക്ക് ഗവർണറായി നിശ്ചയിച്ചു ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ തന്നെ ഞാനതാണ് വായിക്കാം. ലമ്മസ്തഅമലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ത്വായിഫി ജഅല യഅരിദു ലി ശൈഉൻ ഫീ സ്വലാത്തി. എനിക്ക് ത്വായിഫിൽ ഞാൻ ഗവർണറായിരുന്ന കാലത്ത് എന്നെ ഗവർണറായി നിശ്ചയിച്ചത് ആരാണ്? റസൂൽ തന്നെ. കാലത്ത് എനിക്ക് നിസ്കാരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഹത്താ മാ അദ്രി മാ ഉസല്ലി, ഞാൻ എത്ര റക്അത്താണ് നിസ്കരിക്കുന്നത് എന്ന് എനിക്ക് അറിയൂല. 3നെ പറ്റി 4 വിചാരിക്കും, 4നെ പറ്റി 3 വിചാരിക്കും. ഇങ്ങനെ അവസാനം ഇതിങ്ങനെ കണ്ടപ്പോൾ റഹൽതു ഇലാ റസൂലില്ലാഹ്, ഞാൻ വാഹനം സംഘടിപ്പിച്ച് നബിയുടെ അടുത്തേക്ക് പോയി. ഹബീബാൻ നബിയുടെ അടുത്ത്. ഫഖാല ഇബ്നു അബ്ദുൽ ആസ്, അപ്പൊ റസൂൽ ചോദിച്ചു, ഏതാ നമ്മളെ ഇബ്നു അബ്ദുൽ ആസ് അല്ലേ വന്നത്? ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അതെ നബിയെ ഞാൻ തന്നെ വന്നത്. അപ്പോൾ ഹബീബാൻ നബി എന്തിനു പോന്നു? നിന്നെ ഞാൻ അവിടെ ഏൽപ്പിച്ചതാണ്. നിന്നെ ഞാൻ എവിടെ? റസൂലുള്ളാഹി വന്നപ്പോ ചോദിച്ചു, ഉസ്മാൻ ബിൻ അബ്ദുൽ ആസ് അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. മാ ജാബിക്ക്, എന്തിനാ ഇവിടെ പോന്നു എന്ന് ചോദിച്ചു. നിന്നെ എവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്? ത്വായിഫിൽ പണി ഏൽപ്പിച്ചിട്ടല്ലേ എന്തിനു പോന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അറളിനി ശൈഉൻ ഫീ സ്വലവാതി ഹത്താ മാ അദ്രി മാ ഉസല്ലി. നബിയെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ കഴിയണില്ല. നിസ്കാരത്തിൽ പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എത്രയാണ് നിസ്കരിച്ചത് എന്ന് എനിക്ക് തിരിച്ചറിയുന്നില്ല, പല പ്രയാസങ്ങളും ഉണ്ടാക്കുക. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ പറഞ്ഞു, ദാക ശൈത്താൻ, അതാരാണ്? ശൈത്താനാണ്, ഉള്ളിൽ കയറിയിട്ടുണ്ടോ എന്നെ. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഉദ്നു, ഇങ്ങോട്ട് അടുത്തേക്ക് വാ, ഇങ്ങോട്ട് അടുത്തേക്ക് വാ.
ഫദനൗതു മിൻഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഫജലസ്തു അലാ സുദൂരി ഖദമയ്യ, എന്റെ കാലിന്റെ മുൻഭാഗത്തിന്റെ മേൽ ഞാൻ നബിയുടെ മുന്നിൽ ഇരുന്നു. ഈർത്തം കാലിന്റെ, മനസ്സിലായില്ല, മുൻഭാഗത്തിന്റെ മേൽ ഞാൻ നബിയുടെ മുന്നിൽ ഇരുന്നു. അങ്ങനെ ഇരുന്നു, അങ്ങനെ അടുത്ത് വാറും. അപ്പൊ അങ്ങനെ ഇരുന്നു കൊടുത്തു. ഷറഫാക്കപ്പെട്ട അവിടുത്തെ കൈകൊണ്ട് എന്റെ നെഞ്ചിൽ ഹബീബായ നബി അടിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള എന്നെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉഖ്റുജി യാ അദുവല്ലാഹ്, പുറത്തു പോടാ അല്ലാഹുവിന്റെ ശത്രുവേ. ഇതിപ്പോ നുസ്രത്തിന്റെ ഒരു ശൈലിയ. പക്ഷെ ആ നുസ്രത്തിന് ആ പവർ വേണം, അല്ലെങ്കിൽ ഇതിന്റെ താഴെയുള്ള പവർ വേണം. എന്നൊക്കെ പറഞ്ഞത് ഇതിപ്പോ ഒരു ഇളക്കല, ചെയ്ത്താൻ ഇളക്കുന്ന ഒരു ഇളക്കലാണ്. എന്ത് ഒരു ഒഴിഞ്ഞു വാങ്ങൽ, ഇവിടെ ഒയ്യലുമില്ല വാങ്ങലുമില്ല. ഉഖ്റുജി യാ അദുവല്ലാഹ്, എടാ അല്ലാഹുവിന്റെ ശത്രുവേ പുറത്തു പോടാ എന്ന് പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് 3 വട്ടം ചെയ്തു. എന്നിട്ട് മന്ത്രി ചോദ്യത്തിന്റെ വായിലേക്ക് തുപ്പി. അഥവാ അവിടുത്തെ ഉമിനീര് എവിടെ കേറി? എന്റെ അകത്തേക്കാണ് കേറി. ഫഖാല, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, പോയിക്കോ ഇൽഹഖ് ബിഅമലിക, പോയി പണിയെടുത്തോ, ഇനി അതുണ്ടാവില്ല. പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഒരു റക്അത്തിനെ പറ്റിയും എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായി പറയും, ഇത് നമ്മളിൽ പല ആളുകൾക്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കോലം പറഞ്ഞുതരാം. നിസ്കരിക്കാൻ നിന്നാൽ കോട്ടുവായ വരും. നിസ്കരിക്കാൻ നിന്നാൽ കോട്ടുവായ വരും. എന്താ കാരണം? ശൈത്താൻ, ഉള്ളിന്റെ ഉള്ളിൽ ശൈത്താൻ. ഒരു ദിക്ർ ചെല്ലാനിരുന്നാൽ കോട്ടുവായ വരും. ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നാൽ കോട്ടുവായ വരും. ഉണ്ടോ അല്ലേ? ശൈത്താൻ ഖുർആൻ ഓതാൻ ഉറക്കം വരും, കോട്ടുവായ വരും, ഉറക്കം വരും. ശൈത്താൻ അതിനെന്താ വേണ്ടത്? പുറത്താക്കണം. അതെങ്ങനെയാ പുറത്താക്കല്? പുറത്താക്കൽ പല വകുപ്പുണ്ട്. റേഡിയേഷൻ ചെയ്യുക. എങ്ങനെയാ റേഡിയേഷൻ? സവാഹിബുൽ ഫളിലേക്ക് തഖറുബാവുക. അവരെ അടുത്ത് പോയി ഇരിക്കുക. അവിടെ അടുത്ത് ശൈത്താനിന് വല്ലാതെ ഇരിക്കാൻ കഴിയില്ല. മനസ്സിലായില്ല? അതായത് വലിയ വലിയ മഹാന്മാരെ മജ്‌ലിസിൽ ഇരിക്കുന്നത് സ്ഥിരമാക്കുക. പുറത്തു പോകും, അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുക. ഇപ്പൊ ഇവിടെ എന്റെ ഹബീബ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പല വഴിയുണ്ട്, പല വഴി. ഒരു വഴിയപ്പോ ഞാൻ ഈ പറഞ്ഞത്, ഇളക്കിക്കളയണം. ഉള്ളിൽ ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. എത്രയോ ആളുകൾ ഈ വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാൻ നന്നാ കോട്ടുവായ വരും. ചില ജമാഅത്തിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ കോട്ടുവായ അല്ലാതെ വേറെ ഒന്നും കേൾക്കൂല. ഒക്കെ ശൈത്താന്മാരായിരിക്കും. അല്ലേ? സത്യല്ലേ? വെറും കോട്ടുവായ. എന്താ കാരണം? ശൈത്താൻ. അപ്പോൾ പിന്നെ അവിടെ വഴി എന്താ? അവിടെ വഴി ശ്രേഷ്ഠന്മാരെ മജ്‌ലിസിൽ സ്ഥിരമായി ഇരിക്കുക. അവരെ കൊണ്ട് മൂർത്താവിലോ വായിലോ മന്ത്രിപ്പിക്കുക. വായിൽ മന്ത്രിപ്പിക്കുക. എന്റെ വായിലേക്ക് എന്റെ വായിൽ തുപ്പി, എന്റെ വായിലേക്ക് തുപ്പി. മുത്ത് മുഹമ്മദ് മുസ്തഫ ആ ഉമിനീർ എന്ന അള്ളാഹുവിന്റെ മെഹബൂബിന്റെ ഉമിനീരാണ്. അവിടെ അത് ഉള്ളിൽ കയറി അവിടെ പിന്നെ ആർക്ക് നിൽക്കാൻ പറ്റൂല. പിശാചിന് നിൽക്കാൻ അവിടെ പറ്റൂല.
പോലെയുള്ള ആളുകൾ ഉണ്ടാവും. ഉദാഹരണം പറയാ, പിശാചിനെ അവിടെ പിന്നെ അടുക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. അവരടുത്തേക്ക് എന്നിരുന്നാൽ അത് സ്ഥിരമാക്കിയാൽ പിശാചിന്റെ ബന്ധം പോകും. ബഹുമാനപ്പെട്ട മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബസറയിൽ ഗവർണറായിരുന്നു ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത്. ഉറങ്ങുന്നുണ്ടോ? ശൈത്താന്മാർക്ക് ചിലപ്പോൾ ശൈത്താന്മാര് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ അടുത്തേക്ക് അവർക്ക് അടുക്കാൻ കഴിയൂല. അപ്പൊ അവരോട് നമ്മൾ അടുത്താൽ പിശാചിന് ഓടേണ്ടി വരും. അതിന് ഞാൻ സംഭവം പറഞ്ഞുതരാം. അത് അടുക്കാൻ കഴിയാത്ത എത്രയോ ആളുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൂസ അശ്അരി തങ്ങളെ അറിയാലോ, മദീനയിലെ സ്വരമധുരമുള്ള ഓത്തുകാരനാണ്. ആര്? അബൂ മൂസ അശ്അരി. അവരുടെ 9ാമത്തെ പേരക്കുട്ടിയാണ് നമ്മുടെ അഖീദയുടെ ഇമാമായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മോലാളിമാരെ മനസ്സിലാവുണ്ട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി പ്രഗൽഭ സ്വഹാബിയാണ്. ആര്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അവര് ബസറയിൽ ഗവർണറായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അങ്ങനെ ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന പ്രകാരമാണ് ഇങ്ങനെ ഭരണം നടത്തുക. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തായെന്നറിയോ, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തുകളോ മറ്റോ ഒന്നും ബസറയിലേക്ക് കിട്ടിയില്ല. ഭയങ്കര വ്യത്യാസമുള്ള സന്ദർഭമാണ്. അപ്പോൾ പിന്നെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 1200 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. ആ ദൂരത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വരിക എന്ന് പറഞ്ഞാൽ പ്രയാസകരവുമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബസറയിൽ ഒരു ജിന്നുമ്മ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ജിന്നുമ്മ അതായത് ഒരു സ്ത്രീ. ആ സ്ത്രീയിൽ എന്ത് കൂടിയിട്ടുണ്ട്? ജിന്ന് കൂടിയിട്ടുണ്ട്. അപ്പൊ ജിന്ന് കൂടിയ ഒരു തള്ള ഉണ്ടായിരുന്നു ബസറയില്. അപ്പൊ അവരെ അടുത്തേക്ക് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് പറഞ്ഞു, ജിന്നിന്റെ ആളെ, ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ചാണ് നമ്മളിവിടെ ഭരണം നടത്തുന്നത്, ഖലീഫയുടെ. എന്നാൽ അദ്ദേഹത്തിന്റെ കത്തായി കുറച്ചു കാലമായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ മദീനയിലെ കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു വാ. ഉമർ ബിൻ ഖത്താബ് വല്ല കത്തും കൊടുത്തയച്ചിട്ട് മിസ്സായി പോയതാണോ? അതല്ല അടുത്ത ദിവസം അദ്ദേഹം ബസറ സന്ദർശിക്കാൻ വരുന്നുണ്ടോ? അത് കാരണം കത്ത് അയക്കാത്തതാണോ? നമുക്ക് ഇനി ഭരണപരമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആ ഖലീഫയുടെ കത്ത് കിട്ടണം. അങ്ങനെ ഖലീഫയുടെ കത്ത് കിട്ടുന്നില്ല. നിങ്ങളെ ജിന്നിനോട് നിങ്ങൾ മദീനയിൽ ഒന്ന് പോയിട്ട് കത്ത് കിട്ടിയത് ആരെങ്കിലും മുഖ്യനാണോ? അതല്ല. കത്തയക്കാൻ നേരം വൈകിയതാണോ? അതല്ല. കത്ത് വേണ്ട, നേരിട്ട് തന്നെ ഖലീഫ ബസറയിലേക്ക് വരുന്നുണ്ടോ ഒന്ന് തീരുമാനിച്ച് എന്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് ജിന്നിനൊരു ചാട്ടം മതിയല്ലോ. എവിടേക്ക്? ജിന്നിനൊരു ചാട്ടം മതിയല്ലോ. എവിടേക്ക്? മദീനയിലേക്ക്. ഒരു ചാട്ടത്തിന് എവിടെ തൊടും? ആകാശത്ത് തൊടുന്നവർക്ക് എന്താ? മദീനയിലേക്ക് ഒരു ചാട്ടം വേണോ? അപ്പൊ ഇങ്ങനത്തെ അതൊന്ന് പോയി അന്വേഷിച്ചു വാ എന്ന് എന്റെ ജിന്നിനോട് കൽപ്പിക്കുക എന്ന് ഈ ജിന്നുമത്താത്താന്റെ അടുത്ത് പോയിട്ട് ആര് പറഞ്ഞ്? ഗവർണറായ. കാരണം 1200 ചില്ലാനം കിലോമീറ്റർ ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വരിക എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ചെയ്തുണ്ടാ എന്ന് ജിന്നുമത്താത്തയോട് പറഞ്ഞു. ആര്? ഗവർണറായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ജിന്നിനെ പറഞ്ഞയച്ചു. ജിന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. എന്താന്ന് വെച്ചു? ഒന്നും കിട്ടുന്നില്ല. പിന്നെയും പോയി, പിന്നെയും പറഞ്ഞയച്ചു. അപ്പൊ ജിന്ന് പിന്നെയും പെട്ടെന്ന് മടങ്ങി വന്നു. ഒന്നും കിട്ടുന്നില്ല. 3 വട്ടം പോയി, തിരിച്ചു വന്നു, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചു? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അടുക്കാൻ കഴിയുന്നില്ല. ആരടുത്തേക്ക്?
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. വബൈന ഐനൈഹി റൂഹുൽ ഖുദ്സി, റൂഹുൽ ഖുദ്സ് ആ രണ്ട് കണ്ണിന്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് ആ മുഖത്തിനടുത്തേക്ക് ഞങ്ങൾ ചെന്നാൽ കരിഞ്ഞു, പേടിയാണ്. മനസ്സിലായില്ല? ഇത് ഞാൻ ഇതിപ്പോ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? ഇങ്ങനത്തതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇത്ര അല്ലെങ്കിലും ഇതുമായി ഇതിന്റെ ഖരീബായ ആളുകളൊക്കെ ഇന്നും ദുനിയാവിൽ ഉണ്ട്. ആ ആളുകളെ അടുത്തെത്തിയാൽ ജിന്നിന് അവിടെ ഓടല്ലാത്ത നിർവാഹം ഇല്ല. ഒരു കുട്ടിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ കൊണ്ടുവന്നപ്പോ അള്ളാന്റെ ശത്രുവെ ഓടണമെന്ന് പറഞ്ഞോട് കൂടെ ശരീരത്തിൽ നിന്ന് ഒരു പട്ടിക്കുട്ടിയെ പോലത്തെ ഒരു ജീവി ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി ഓടിയും ഹദീസിൽ കാണാം. മനസ്സിലായില്ലേ? അവിടെ പിന്നെ അവിടെ നിൽക്കാൻ ശൈത്താന് കഴിയൂല. അപ്പൊ ഏതായാലും ഈ പറഞ്ഞതിന്റെ ഉള്ളിൽ താല്പര്യം എന്താ? ഇതിന്റെ ഏറ്റവും ചെറിയ മുഖദ്ദിമാത്ത് പ്രാഥമിക ശൈത്താനിയത്തിൽ പെടുന്ന കാര്യമാണ് എന്ത്? കോട്ടുവായ. പക്ഷെ ഈ സാധനം വളരും. പിശാചിന്റെ സ്വഭാവം എന്തെന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയാണ്. മനസ്സിലായില്ല? ആദ്യം കച്ചവടത്തിനാ വന്നത്, പിന്നെ രാജ്യം മുഴുവനും പിടിച്ചടക്കി. തന്നെയാണ് സിഹറും ശൈത്താനും. ആദ്യം മുപ്പര് കോട്ടുവായും കൊണ്ടാണ് വരിക, പക്ഷെ മുപ്പര് ആളെയും കൊണ്ടേ പിന്നെ പോവുള്ളൂ. മനസ്സിലായോ? അത് വളരാൻ അനുവദിക്കുകയേ ചെയ്യരുത്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മകളിൽപ്പെട്ടതാണ് സാഹിബുൽ ഫദ്ലായ ആളോട് ബന്ധപ്പെടുക. 1000 കൊല്ലം സുജൂദിൽ കിടക്കുന്നതും 1 സെക്കൻഡ് നബിയുടെ മുന്നിൽ പോയി ഇരിക്കുന്നതും നോക്കിയാൽ പരലോകത്ത് ഉപകാരവും ദുന്യാവിൽ ഉപകാരവും 1 സെക്കൻഡ് നബിയുടെ മുന്നിൽ ഇരിക്കലാ. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പറയും മനുഷ്യന്മാരെ. ഹയാത്തിലുള്ള മഹാന്മാരും ഉണ്ടാവും. ഇല്ല എന്നുള്ള വർത്താനം പറഞ്ഞു പോകരുത്. ഒറ്റടിക്ക് ഇത് കണ്ടെത്താൻ കഴിയൂല, ഇരുട്ടടിക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് കാര്യം ഉണ്ടാവും. ഇബ്നു തൈമിയ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ പവർ അനുസരിച്ച് അവരുടെ മറവ് ചെയ്ത മഖബറകളിൽ അള്ളാഹുവിന്റെ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? അത് മനുഷ്യന്റെ സിഹർ സ്വയം അഴിഞ്ഞു പോകാൻ കാരണമാവും. പക്ഷെ അതിനേക്കാൾ അഫ്ളൽ എന്തെന്നെയാണ് മനസ്സിലായോ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളോട് തഖറുബാകൽ തന്നെയാണ് വലിയ കാര്യം. ഇനി മരണപ്പെട്ടു പോയ സാഹിബുൽ ഫദ്ലായ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും നല്ല കാര്യമാണ്. അപ്പൊ നല്ല കാര്യമാണ്. അതിൽ പിന്നെ 2 അവസ്ഥ ഉണ്ട്. ഈ പിന്നെ മഖ്ബറകളിൽ പോയിരിക്കുന്ന 2 അവസ്ഥ ഉണ്ട്. എന്താ 2 അവസ്ഥ? ഞാൻ പറയാം. ജയ്പൂരില് വണ്ടി ഇറങ്ങി കിസാൻഘട്ട് വഴി അജ്മീറിലേക്ക് പോയി. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ആരിറങ്ങിയിരിക്കും? ശൈത്താൻ ഇറങ്ങിയിരിക്കും. ജയകുട്ടി പാപ്പ അവിടെ ഉത്തരവും. തിരിഞ്ഞില്ല. ഉറങ്ങണ്ടടാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിതിൽ PhD ഉണ്ട്. അതായത് നിങ്ങൾ സിഹർ ബാത്തിലാക്കാൻ വേണ്ടി എവിടെ പോയി? അജ്മീറിലേക്ക് പോയി എന്ന് വെക്ക. അങ്ങനെ നിങ്ങൾ അജ്മീർ ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണോടുകൂടെ ആരിറങ്ങി? തടിമന്ന് ശൈത്താൻ അവിടെ ഇറങ്ങിയിരുന്നു. നിങ്ങൾ അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറുന്നതോടുകൂടെ മുപ്പര് തടിമ കയറും ചെയ്യും. നേരെ മറിച്ച് ഉത്തരവാദിത്തം ചിലപ്പോൾ അവർ നമ്മളെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും. റൂഹിയായ തദ്ബീർ അജ്മീർ പാപ്പ ഏറ്റെടുക്കാം. റൂഹിയായ തദ്ബീർ അജ്മീർ പാപ്പ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റെടുക്കാം. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാരെ കൂട്ടത്തിലെ പ്രധാനികളിൽപ്പെട്ട ഒരാളാണ് അവര്. മരണശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്ന മഹാന്മാരിൽ ഒരാളാണ് ആര്?
അവര് നിങ്ങളെ ഏറ്റെടുത്താലാകട്ടെ ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവരുടെ ദായിറത്തുൽ ഹിമായത്തിൽ, സംരക്ഷണ വലയത്തിൽ നിങ്ങൾ ഉൾപ്പെടും. മനസ്സിലായോ? അതുവഴി നിങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഉൾപ്പെടും. സ്വയം അള്ളാഹിന്റെ സംരക്ഷണത്തിലുള്ള പവർ നമുക്കില്ല. കാരണം ആ ജാതി കുരുത്തക്കടെല്ലാം നമ്മൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഒരു വലിയ മുഖറബിന്റെ ഒരു ദാഹിറത്തുൽ ഹിമായത്തുണ്ട്. അതിലേക്ക് ചേർന്നാൽ, മനസ്സിലായോ, അവർക്ക് ഫാത്തിഹ ഓതി, അപ്പോൾ അവർ നമ്മളെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. ഇങ്ങനത്തെ പല വിഷയങ്ങളുടെയും അനുഭവം എനിക്കുണ്ട്. അതിവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഒറ്റക്കായി ചോദിച്ചാൽ ഞാൻ പറയുകയും ചെയ്യാം. ഇതുപോലെ തന്നെയാണ് എന്ത് ജീവിച്ചിരിക്കുന്ന അവരാവുമ്പോ സദാ സമയവും നമ്മളെ അവർ തദ്ബീർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും നമ്മളെ വല്ലാതെ ഒന്നും ചെയ്യാൻ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത മാർഗങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അദ്കാർ കൊണ്ടുള്ള നുസ്റത്ത് ചെയ്യണം, ഒഴിഞ്ഞു വാങ്ങൽ. അപ്പൊ ഈ ഒഴിഞ്ഞു വാങ്ങുന്ന ആളുടെ പവറല്ല, പിന്നെ അവിടെ എന്തിന്റെ പവറാണ്? ഈ അമലിന്റെ പവറാണ്. അങ്ങനെയും സംഭവിക്കാം. ആ ഒഴിഞ്ഞു വാങ്ങലും അതുകൊണ്ട് ഖൈറുണ്ട് തന്നെ, ഇല്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ. അതല്ല ഈ ഒഴിഞ്ഞു വാങ്ങൽ പറയുന്നത്. എന്ത് സാധാരണയായി വല്ല അസ്മാകളോ, അതായത് അള്ളാന്റെ നാമങ്ങള്, ഖുർആൻ ആയത്തുകളൊക്കെ ചെമ്പും തകിടില് അല്ലെങ്കിൽ മുട്ടയിലൊക്കെ മറ്റൊക്കെ എഴുതുന്ന ചില സംഗതികൾ ഉണ്ടല്ലോ. പിന്നീട് സംശയം ഞാൻ പറയാം. അപ്പൊ ഇത്തരം ശറഅ് അനുവദിക്കുന്ന ഇത്തരം സംഗതികളൊക്കെ ഒഴിഞ്ഞു വാങ്ങിയാൽ അവിടെ പിന്നെ ഒഴിഞ്ഞു വാങ്ങണ ആൾ നല്ലോനോ മോശപ്പെട്ടവനോ എന്നില്ല. ഈ അദ്കാർ ഖൈറാവുന്നപ്പോൾ അതിലെന്ത് ചെയ്യും? അത് ലെവലാവും, അത് കാര്യമായി അത് രക്ഷപ്പെടും. അതിൽ നിന്ന് ഈ ദിക്റിന്റെ പ്രത്യേകത കൊണ്ട് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു ശൈത്താൻ രണ്ട് ജാതിയാണ്. വന്നു കൂടിയ ശൈത്താനും വരുത്തി കൂടിയ ശൈത്താനും രണ്ട് ജാതിയാണ്. വന്നു കൂടിയ ശൈത്താൻ കാലപ്പഴക്കമില്ലെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാം അമാലുൽ ഖൈർ കൊണ്ട്. അവൻ അവിടെ കുടി വെട്ടി പാർത്താൽ പറഞ്ഞേക്കാൽ ബുദ്ധിമുട്ടാവും. വരുത്തി കൂട്ടിയ ശൈത്താൻ പറഞ്ഞേക്കാതെ പോവില്ല. അവന്റേതായ ചില ബൈഅത്തുകൾ ഉണ്ടാവും, അവന്റെ അപ്പുറത്ത് ചില പിശാചുക്കൾ ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല. ഈ പിശാച് മൂപ്പന്മാരായ പിശാചുക്കളിൽ നിന്ന് പ്രതിജ്ഞ ചെയ്ത് പോന്നതായിരിക്കും, മരണം വരെ അവന്റെ ഒപ്പം ഞാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുള്ള കാലത്തോളം ഇവന് ഇവിടുന്ന് പോകാൻ പറ്റൂല. കാരണം പോയാൽ അവന് ശിക്ഷ കിട്ടും. പിന്നെ ഇവനെ എന്ത് ചെയ്യണം? നുസ്റത്ത് കൊണ്ട് കരിഞ്ഞു. ചില ഇളക്കിക്കളയുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കരിഞ്ഞു. ഉദാഹരണം പറയാ, ചില അസ്മാഇന്റെ അമലുകൾ ചെയ്തിട്ട് ഒഴിഞ്ഞെടുത്തിട്ട് നേരെ എന്ത് ചെയ്യും? തീയിലേക്ക് എറിയും. അത് കരിഞ്ഞു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള വിഷയം എന്താണ്? ഒന്ന്, സാഹിബുൽ ഖൈറായ സ്വാലിഹിന്റെ കയ്യിൽ നിന്ന് ഈ അമല് വാങ്ങണം. തട്ടിപ്പന്മാരായ ചികിത്സക്കാരെ പറ്റൂല. ഈ വിഷയത്തിലെ 90% തട്ടിപ്പുമാണ്. മനസ്സിലായില്ല? ഈ വിഷയത്തിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്നല്ല ലോകത്ത് എവിടെയും നടന്നുകൊണ്ടിരിക്കുന്നതിൽ 90% തട്ടിപ്പാണ്. ഒഴിഞ്ഞു വാങ്ങൽ ഇവിടെ ഒരു വഹാബിക്കും നിഷേധിക്കാൻ കഴിയില്ല. സൗദി അറേബ്യയിൽ ഔഖാഫ് ലൈസൻസ് കൊടുക്കുന്ന ഒഴിഞ്ഞു വാങ്ങുന്ന ശൈഖന്മാരെ എനിക്കറിയും. ഇബ്നു തൈമിയ്യക്ക് പണി ഒഴിഞ്ഞു വാങ്ങലായിരുന്നു. പകല് ദർസ് നടത്തും, രാത്രി ഒഴിഞ്ഞു വാങ്ങാൻ പോകും. ആര് പറയുന്നു? അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം. ഈ ഇബ്നു തൈമിയ്യയെ പറ്റിയാണ് ഇവിടുത്തെ മുബത്തദിഈങ്ങൾ ശൈഖുൽ ഇസ്ലാം എന്ന് പറയാറുള്ളത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് ഇവിടെ ആക്ഷേപിക്കാൻ ഒരു വകുപ്പ് ഇല്ല. ഒന്ന്. രണ്ട്, സൗദി അറേബ്യയുടെ
ഔഖാഫ് ലൈസൻസ് കൊടുത്ത് ഒഴിഞ്ഞു വാങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. ഇബ്നു തൈമിയ ഒഴിഞ്ഞു വാങ്ങുമ്പോൾ അടിച്ചിരുന്നു. ശൈത്താന് ചില അവസ്ഥ ഉണ്ട്. എന്താ അവസ്ഥ? ശൈത്താന് ചില അമലിൽ കൊണ്ട് ഒഴിഞ്ഞു പോകും. പക്ഷെ കട്ടിയുള്ള ശൈത്താനാണെങ്കിൽ ഒഴിഞ്ഞു പോകൂല. അപ്പോൾ എന്ത് ചെയ്യും? അടിക്കും. സൗദി അറേബ്യയിലെ ഒരു ഷെയ്ഖ് ഒരാളെ ഒഴിഞ്ഞു വാങ്ങിയപ്പോൾ ആ സദസ്സിൽ ഞാനുണ്ട്. അടിച്ചു. അത് ഞാൻ കണ്ടു. വലിയ ചൂരൽ കൊണ്ട് അടിച്ച്. എല്ലാം കഴിഞ്ഞിട്ട് ബോധം കിട്ടും. അയാൾ വെള്ളം കുടഞ്ഞു നോക്കുമ്പോ അയാൾക്ക് അവിടെ വന്നതിനറിയില്ല. ആർക്ക്? ഈ വീണാൾക്ക്. അതായത് ആ തടിയിലുള്ള ആള് പോയി. അപ്പൊ തല്ല് കൊണ്ടതും ആ അവസ്ഥയൊക്കെ ആർക്കാണ്? മറ്റാക്കാണ്. കുടുംബക്കാരിത് കണ്ട മറ്റ് ചികിത്സ എന്നെ തല്ലും. ഇത് സൗദി അറേബ്യയുടെ ഭരണകൂടം അഥവാ അവിടുത്തെ വഖഫ് ബോർഡ് ലൈസൻസ് കൊടുക്കുന്ന ഒഴിഞ്ഞു വാങ്ങൽ ചികിത്സാരികളെ എനിക്ക് നേരിട്ട് അറിയും. ജിദ്ദയിലുണ്ട്, സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലുണ്ട്. അതിനൊക്കെ സെന്ററുകളുണ്ട്. റൗളയിലുണ്ട്. റൗളയിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന്. അപ്പൊ ഈ ഒഴിഞ്ഞു വാങ്ങലിനെ പറ്റി അതില്ലാന്ന് പറയാൻ പറ്റൂല. ഒഴിഞ്ഞു വാങ്ങലിന്റെ ചോദ്യം കയ്യിലെ. ഒഴിഞ്ഞു വാങ്ങൽ ഹറാമായ സംഗതിയല്ല. എന്നാൽ ശിർക്കിന്റെ ഒഴിഞ്ഞു വാങ്ങലുണ്ട്. അത് ഹറാമായ സംഗതിയും ആണ്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റൂല. പിന്നെ ആത്മീയ ചികിത്സാരികളെ പറ്റി ചോദിക്കുന്ന ചോദ്യത്തിനുമായി ബന്ധപ്പെട്ട വിഷയം പറയാം. ജ്യോത്സ്യന്മാരെ വർത്താനം തന്നെ പറയണ്ട. അതിൽ തർക്കം തന്നെയല്ല. പറഞ്ഞാൽ ശൈത്താൻ പോകൂല. അങ്ങനെ പറച്ചിലുണ്ട്. ചെറിയ ചെയ്ത്താനൊക്കെ ആണെങ്കിൽ പോവുക ആചാരെ. ഇത് കുടി കെട്ടി പാർക്കണവര് പോകൂല. അത് കുടി കെട്ടി പാർക്കുന്നത് പോകൂല. ചളി തെറിച്ചത് കേൾക്കിയാ പോകും. കാക്കപ്പുള്ളി പോകുവോ? മനസ്സിലായില്ല. എടോ, നമ്മൾ നടക്കുമ്പോ ചെളി തെറിച്ചു, അത് ഒന്ന് വെള്ളം കുറഞ്ഞാ പോയി. നേരെ മറിച്ച് തടിമൽ എന്തുണ്ടാവും? പാലുണ്ണി ഉണ്ടാവും. അതിന് കത്തിയെടുത്ത് വരണ്ടല്ലാത്ത നിർവാഹം ഇല്ല. അടുത്ത ചോദിക്കും. ജിന്ന് സേവ നടത്താൻ പറ്റുമോ? അതിന്റെ വിധങ്ങൾ വിശദീകരിക്കുക. ജിന്ന് സേവ നടത്താൻ പറ്റുമോ? ചോദ്യം. ജിന്ന് സേവ നടത്തുക എന്ന് പറഞ്ഞാൽ ജിന്നിന്റെ ഖിദ്മത്ത് സ്വീകരിക്കുക എന്നതാണല്ലോ അതിന്റെ അർത്ഥം. ശരി, പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പറ്റൂല. സബഹ് സൂറത്തിൽ 12-ാമത്തെ ആയത്ത് എടുക്ക് മുസാഫ് എടുക്കി. സബഹ് സൂറത്തിൽ 12-ാമത്തെ ആയത്ത്. അതിലുണ്ട് വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി വമൻ യസിഗ് മിൻഹും അൻ അംരിനാ നുദിഖുഹു മിൻ അദാബിസ് സഈർ. വമിനൽ ജിന്നി, ജിന്നുകളിൽ ഉണ്ട്, മൻ ചില ജിന്നുകൾ, യഅമലു അവർ സേവനം ചെയ്തു കൊടുക്കും, ബൈന യദൈഹി സുലൈമാന്റെ മുന്നിൽ എന്ത് പണിയും ചെയ്തു കൊടുക്കും, ബിഇദ്നി റബ്ബി സുലൈമാന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം. അപ്പോൾ ജിന്നുകളെ ഖിദ്മത്ത് സ്വീകരിച്ചിരുന്നു ആര്? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. അപ്പൊ ജിന്ന് സേവ നടത്താൻ പറ്റുമോ? അടിസ്ഥാനപരമായി അങ്ങനെ ഒരു കർമ്മം ഹറാം അല്ല. പക്ഷേ ഇവിടെ ഇതിനു വേണ്ടി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വല്ല ഹോം ഹ്രീം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? മനസ്സിലായില്ല. ജിന്നുകളുടെ സേവനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഹോം ഹ്രീം എന്നൊക്കെയുള്ള വല്ല വാക്കും പറഞ്ഞിരുന്നോ സുലൈമാൻ നബി? പറഞ്ഞിരുന്നോ? ഇല്ല. ഒന്ന് ഉറങ്ങാതെ ഇരിക്ക. അപ്പൊ ഈ ആയത്തിലെല്ലാം ഉണ്ട്. എന്ത്? മുത്തഖിങ്ങളിൽ മുത്തഖിയാണ് ആര്? ഒരാൾ അള്ളാനെ പേടിച്ചാൽ എല്ലാരും അവനെ പേടിക്കും. അപ്പൊ ജിന്നുകൾക്ക് ആരെ പേടിയാണ്?
സുലൈമാൻ നബിയെ. അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുലൈമാനെ ഖിദ്മത്ത് ചെയ്യണം. ഇവര് സത്യത്തിൽ കുഫറാണ്. കാഫറായ ജിന്ന് വരെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ആർക്ക്? സുലൈമാൻ നബിക്ക്. ആ ഖിദ്മത്തിനെ സുലൈമാൻ നബി സ്വീകരിക്കൂലേ? സ്വീകരിക്കും. ആ ഖിദ്മത്ത് സുലൈമാൻ നബി സ്വീകരിക്കും. എന്നാൽ അവരെ കൊണ്ടൊരു ശിർക്ക് ആര് ചെയ്യൂല? സുലൈമാൻ നബി ചെയ്യൂല. സുലൈമാൻ നബിക്ക് ഇതാ ബിഇദ്നി റബ്ബിഹി വമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി. അങ്ങനത്തെ ആളുകൾ ഇന്നുണ്ടാവും. അള്ളാനെ ഭയപ്പെടുന്ന ആളുകൾക്ക് സേവനം ശൈത്താന്മാരായ ജിന്നുകൾ വരെ ഇന്നും ചെയ്യും. ഇതിപ്പോ ശൈത്താന്മാരാണ്. വേറെ ആയത്തിലുണ്ട് വശയാത്വീന കുല്ല ബന്നായിൻ ബഗവാസ്. പിശാചുക്കളെ അല്ലാഹു തആല വഴിപ്പെടുത്തി കൊടുത്തിരുന്നു സുലൈമാൻ നബിക്ക്. വശയാത്വീന. അപ്പൊ ശൈത്താന്മാര് സേവനം ചെയ്യും. ആർക്ക്? ജിന്ന് സേവ. ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അതാണ്. ജിന്നിന്റെ സേവനം ഒരു വ്യക്തി സ്വീകരിക്കുക. അത് പറ്റുമോ? പറ്റും. പക്ഷെ അത് ഏത് വഴിയാകണം? പറ, ഏത് വഴിയാകണം? ഈ ആള് മുത്തക്കയായ കാരണത്താൽ ഇങ്ങനത്തെ ഒരു കർമ്മം അള്ളാഹു, ഒരു കഴിവ് അള്ളാഹു ഇയാൾക്ക് വഴിപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ അള്ളാന്റെ അസ്മാഇന്റെ പ്രത്യേകത കൊണ്ടോ ചില അദ്കാറിന്റെ പ്രത്യേകത കൊണ്ടോ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും ഒരാൾക്ക് വഴിപ്പെടും. അങ്ങനെയും വിരോധമില്ല. മൂന്നാമത്തെ വകുപ്പ് ഷിർക്കിന്റെ പദങ്ങൾ, പ്രയോഗങ്ങൾ കൊണ്ട് ശൈത്താന്മാരെ വഴിപ്പെടുത്തി നിർത്തുക. അത് ഷിർക്കാണ്, ഹറാമാണ്. അപ്പോൾ 3 വകുപ്പ്. ജിന്ന് സേവക്ക് വകുപ്പ് 3. ജിന്ന് സേവയുടെ വകുപ്പ് 3. 1, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഇത് ഞാൻ പറയില്ല, നിങ്ങൾക്ക് തലക്ക് കയറണം കേട്ടോ. ജിന്ന് സേവയുടെ വകുപ്പുകൾ 3. 1, ഈ വ്യക്തിയുടെ മഹത്വം കാരണം ശൈത്താന്മാരായ ജിന്നുകൾ വരെ സ്വമേധയാ ഈ വ്യക്തിക്ക് ഭയപ്പെട്ട് വഴിപ്പെടുക. അതിൽ ഒരു വിരോധമില്ല. ആർക്കുള്ളത് പോലെ സയ്യിദുനാ സുലൈമാൻ. ഇത് സുലൈമാൻ നബി മാത്രമല്ല, ഇന്നുണ്ടാവും. അങ്ങനത്തെ ആളുകൾ അവരെ പേടിച്ചിട്ട് ശൈത്താന്മാർ വരെ അവർക്ക് വഴിപ്പെടും. അവരെ പേടിച്ചിട്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ദർസ് നടത്തിയിരുന്ന കാലത്ത് ഒരു പെണ്ണിന് ശൈത്താൻ ഇളകി എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെരുപ്പെടുത്ത് കൊടുത്തിട്ട് ആ പെണ്ണിന്റെ ബാപ്പാനോട് പറഞ്ഞേ, ശൈത്താനോട് ഈ ചെരുപ്പിട്ട് നടക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ട് അടങ്ങാനേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെരുപ്പും കൊണ്ട് ഈ പെണ്ണിന്റെ ബാപ്പ ശൈത്താൻ ഇളകി നിൽക്കുന്ന പെണ്ണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ശൈത്താനെ, ഈ സാഹിബ് മനസ്സിലായില്ലേ? ഈ 2 ചെരുപ്പിന്റെ സാഹിബായ അഹ്മദ് ബിൻ ഹംബൽ പള്ളിയിലുണ്ട്, മര്യാദക്ക് എന്നോട് അടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവര് പറഞ്ഞ ഞാൻ അടങ്ങും ചെയ്തു. ഈ സംഭവം ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ലുഖത്ത് വൽ മർജാൻ എന്ന കിതാബിൽ ഉണ്ട്. ഈ സംഭവം ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആരുടെ സംഭവം? അഹ്മദ് ബിൻ ഹംബൽ, 4ാമത്തെ ഇമാമല്ലേ? ആര്? പറകുട്ടി ആര്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ദർസ് നടത്തിയിരുന്ന കാലത്ത് ഒരു പെണ്ണിന് ശൈത്താൻ ഇളകിയിട്ട് പെണ്ണിന്റെ ബാപ്പ വന്നിട്ട് പറഞ്ഞപ്പോൾ പള്ളിയുടെ പുറത്തെ സൈഡിലുള്ള ചെരുപ്പ് കൊണ്ടുപോയിട്ട് ഈ ചെരുപ്പിന്റെ ഉടമക്കാരൻ മര്യാദക്ക് എന്നോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ശൈത്താനെ എന്ന് പോയി പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ പാപ്പ ഈ ചെരുപ്പും കൊണ്ടുപോയി ചെരുപ്പ് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതിട്ട് നടക്കുന്ന ആൾ അടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഈ ശൈത്താൻ പറഞ്ഞു, അവര് കൽപ്പിച്ചാൽ നമ്മൾ അടങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയിരുന്ന കാലങ്ങളിലൊന്നും പിന്നെ ഈ പെണ്ണിന് ശൈത്താൻ ഇളക്കം ഉണ്ടായില്ല. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. ഫലമ്മ തൂഫിയ, അഹ്മദ് ബിൻ ഹംബൽ വഫാത്തായി. അപ്പോൾ ആരിളകി? ശൈത്താൻ ഇളകി. കാരണം മരിച്ചല്ലോ. മനസ്സിലായോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ ശൈത്താൻ ഇളകി. അപ്പോൾ അന്ന് വേറെ മുദരിസ് ഉണ്ടായിരുന്നു അവിടെ പള്ളിയില്. അയാളോട് പോയി പറഞ്ഞേ,
പണ്ടത്തെ മുദരിസ് അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് ചെന്നപ്പോ ചെരുപ്പും കൊണ്ട് വന്നിട്ട് ചെരുപ്പ് തന്നിട്ട് അത് പിന്നെ കാട്ടിക്കൊടുത്താൽ ഇളക്കം നിർത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് കാട്ടിക്കൊടുത്ത് ശൈത്താൻ ഇളക്കം നിന്നോ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരം പറയുന്നോ. അപ്പൊ അയാള് പറഞ്ഞ് ആ പള്ളിയുടെ സൈഡിൽ ഇന്റെ ചെരുപ്പുണ്ട്, അത് കൊണ്ടുവരാൻ കാരണം അങ്ങനെ ചെരുപ്പ് കൊടുത്ത് ഇത് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഈ ചെരുപ്പും കൊണ്ട് ഈ തന്ത പിന്നെയും പെണ്ണിന്റെ അടുത്ത് പോയി. ഈ ചെരുപ്പിന്റെ ആള് എന്നോട് അടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞോടുകൂടെ ചെരുപ്പ് വാങ്ങിയിട്ട് കാരണത്തിൽ രണ്ടാണ്ട് കൊടുത്ത് തന്തന്റെ എല്ലാവർക്കും പറഞ്ഞോട് അടങ്ങണ പണി ഞങ്ങൾക്കില്ല, പടച്ചോനെ പേടിക്കണോലെ മുന്നിലേ ഞങ്ങൾ അടങ്ങുള്ളൂ. ആര് പറഞ്ഞേ? ശൈത്താൻ തന്നെ പറഞ്ഞേ. അത്ര പോരാന്നല്ല, പോരാ. മനസ്സിലായോ? എല്ലാരും ചെരുപ്പമ്മനൊന്നും ഒരു പോകൂല. ഈ സംഭവം ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് 3 വകുപ്പ്. ഒന്ന്, ഈ വ്യക്തിയുടെ മഹത്വം കാരണം, ഈ വ്യക്തിയുടെ മഹത്വം കാരണം ജിന്നുകൾ ഈ വ്യക്തിക്ക് വഴിപ്പെടുക. അപ്പൊ ഉദാഹരണം പറയാം, ഹജ്ജിന് പോയ സ്വഹാബി സംഘത്തിന് വഴി തെറ്റിയപ്പോൾ ജിന്നുകൾ വ്യക്തികളായി വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ തന്നെയാണ്, നിങ്ങൾ വഴി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നേരായ വഴിയിലേക്ക് എത്തിച്ചു തരാ, വെള്ളം കിട്ടുന്ന ഏരിയ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് വെള്ളം കുടിപ്പിച്ച് ശരിയായ വഴിയിലേക്ക് ചേർത്ത് കാണാനില്ലാതെയായി. ഈ സംഭവം സ്വഹാബികളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരിഞ്ഞിട്ടില്ല. സ്വഹാബികൾ ഹജ്ജിന് പോയപ്പോൾ ഒരിക്കൽ പുണ്യ റസൂലിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോൾ ഈ സ്വഹാബികൾക്ക് വഴി തെറ്റി. അങ്ങനെ വഴി തെറ്റിപ്പോയപ്പോ ചില വ്യക്തികൾ, ആ വ്യക്തികളുടെ കോലത്തിലും ശീലത്തിലും ഇവര് കണ്ടിട്ടനല്ല. അപ്പോൾ ഇവര് വന്ന് പറഞ്ഞ് ഞങ്ങൾ അസ്ഹാബു റസൂലില്ല, തലാമീദ് റസൂലില്ല, ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ റസൂലുള്ളാഹിന്റെ സഹബാക്കളായ ശിഷ്യന്മാർ തന്നെയാണ്, നിങ്ങളാണ് ജിൻസായ ശിഷ്യന്മാരാണ്, ഞങ്ങൾ ജിന്നുകളായ ശിഷ്യം. അപ്പൊ നിങ്ങൾ ഹജ്ജിനുള്ള ഈ യാത്ര വഴി തെറ്റിയിട്ടുണ്ട്, ഇങ്ങനെ പോയാ മരുഭൂമിയിൽ അപ്പെടുന്നല്ല, നിങ്ങൾ ഹജ്ജിനെത്തൂല. അപ്പോഴത്തേനും നമ്മൾ പറ്റ തളർന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെ കൊണ്ടുപോയി വെള്ളം കുടിക്കാനും ദാഹം മാറ്റാനുമുള്ള സ്ഥലത്തെത്തിച്ചു. പിന്നെ നേരെ കൊണ്ടുവന്നിട്ട് എവിടെ എത്തിച്ചു? വഴിയിലെത്തിച്ചു. മക്കയിലേക്കുള്ള യഥാർത്ഥ വഴിയിലേക്ക് ചേർത്ത് ഇനി ഇങ്ങനെ പോയിക്കോളി എന്നിട്ട് ഓരാണ് കാണാനില്ലാതെയായി. അപ്പൊ ഇതൊരു സേവനം ചെയ്യാണ്. ആര്? ഇത് മുഅ്മിനീങ്ങളായ ജിന്നുകളാണ്, മുഅ്മിനീങ്ങളായ ജിന്നുകളാണ്. മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും സഹായം ചെയ്യും. വലിയ പോലും ആയിക്കൊള്ളണമെന്നില്ല, വലിയ പോലും ആയിക്കൊള്ളണമെന്നില്ല. മുഅ്മിനായ മനുഷ്യന് ഉപകാരം ചെയ്യുന്നത് പോലെ മുഅ്മിനായ ജിന്നും മുഅ്മിനായ മനുഷ്യന് മുഅ്മിനായ ജിന്നും മുഅ്മിനായ മനുഷ്യന് വരും. എത്രയോ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ടുകളും കാണാം. കൂടെ യുദ്ധം ചെയ്യും. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബായ ഒരു ജിന്നുണ്ടായിരുന്നു. അവരാണ് റസൂലുള്ളാഹിന്റെ ഖരീന്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഉക്കില ബിഹി ഖരീനു ഫസമ്മാഹു നബിയു അബ്ദുല്ലാഹ്. അയാൾക്ക് റസൂലുള്ളാഹ് അബ്ദുല്ലാഹ് എന്ന് പേര് വെച്ചു. വകാന മുദരിസൻ ഫിൽ മദീന. ജിന്നുകൾക്ക് ദർസ് നടത്തുന്ന പണിയായിരുന്നു അദ്ദേഹത്തിന്. ഒരഭിപ്രായം മാ തൂഫിയ ഹത്തൽ ആൻ. ഇപ്പോഴും ആ സ്വഹാബി ജീവിച്ചിരിപ്പുണ്ടെന്നും അഭിപ്രായം ഉണ്ട്. കാരണം അവരെ വയസ്സ് നമ്മളെ വയസ്സ് പോലെയല്ല. 2000-3000 കൊല്ലമെല്ലാം അവര് ജീവിക്കും. ഹബീബായ റസൂലുള്ളാഹിന്റെ സ്വഹാബികളായ ജിന്നുകൾ ഇന്ന് ഉണ്ടാവും. അബ്ദുല്ലാഹ് എന്ന റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ അബ്ദുല്ലാഹിനെ പറ്റിയാണ് പിന്നെ അപ്പോൾ പിശാച് എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ താങ്കളോ? അപ്പോൾ പറഞ്ഞു, എന്റെ കൂടെയും വരുന്നു. പക്ഷെ അവൻ എന്റെ വരുന്നോടുകൂടെ അവൻ ആരായി? മുസ്ലിമായി.
ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈറിൻ. ഇപ്പൊ എന്റെ തിൽബീദാണ്, ഇപ്പൊ വലിയ ആലിമായി മാറി. ഫസമ്മാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന ശൈത്താനെ റസൂലുള്ളാഹ് മുസ്ലിമാക്കി. മനസ്സിലായില്ലേ? അയാൾക്ക് റസൂലുള്ളാഹ് എന്റെ പേര് കൊടുത്തു, അബ്ദുല്ലാഹ്. ഫലമ്മാ തുവഫിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി വഫാത്തായപ്പോൾ സ്വാറ മുദരിസൻ ബിൽ മദീന. ജിന്നിനെ പരിശുദ്ധ ഖുർആനും ഹദീസും ദർസർത്തുന്ന പണിയായി മദീനയിൽ താമസമാക്കി. ആര്? ഈ അബ്ദുല്ലാഹ്. ഒരഭിപ്രായം ഫമാ തുവഫിയ, ഈ അബ്ദുല്ലാഹ് എന്ന സ്വഹാബിയായ ജിന്നി ഇതുവരെ മരിച്ചിട്ടില്ല. ഇങ്ങനെ അപ്പൊ ജിന്ന് സേവ എന്ന് പറഞ്ഞാല് അതിന് 2-3 വകുപ്പുകളാണുള്ളത്. ഒരു വകുപ്പ് ഈ മനുഷ്യന്റെ മഹത്വം കാരണം സ്വമേധയാ ജിന്ന്, അത് മുഅ്മിന് മാത്രമല്ല ഏത് ജിന്നും വഴിപ്പെടും. അയാളെ പവർ അനുസരിച്ച് കാഫിറായ ജിന്നും വഴിപ്പെടും, കാഫിറായ ജിന്നും വഴിപ്പെടും. ആയിരുന്നു പിന്നെ മുഅ്മിനായി പലരും വഴിപ്പെടും. കണ്ണിയത്തിന്റെ നാട്ടിൽ ഇപ്പൊ മുഅ്മിനല്ലാത്തവരൊന്നുമില്ല. എല്ലാവർക്കും ആരെ പേടിയാണ്? കണ്ണിയത്തിന് പേടിയാണ്. എന്നതുപോലെ ജിന്നുകൾക്ക് പേടിയാവും, അവരും ഭയപ്പെടും. മൂല്യക്കാർക്ക് ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മുഅ്മിനല്ലാത്തവരൊന്നും നോട്ടല്ല, എല്ലാവരും ആ കാര്യം വേഗം ചെയ്തു കൊടുക്കും. മൂല്യക്കാർക്ക് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആൾ അള്ളാഹിനെ പേടിക്കുന്ന ആളാണെന്ന് അവർക്കൊക്കെ ബോധ്യമുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ ഒരു ജിന്ന് സേവ. രണ്ടാമത്തെ ജിന്ന് സേവ ഇങ്ങനെയാണ്: നിർദ്ദിഷ്ട വിഷയങ്ങളിൽ, ഉഷാറിലല്ലേ, നിർദ്ദിഷ്ട വിഷയങ്ങളിൽ ചില അസ്മാഉകള്, ചില അമലുകള്. ഉദാഹരണം പറയാ, ഞങ്ങളോട് പറഞ്ഞിട്ട് ഈ ആയത്തുകൾക്കെല്ലാം ഉണ്ട് മുവക്കലീങ്ങളായ ആളുകളുണ്ട്. ചില അർവാഹ് മുവക്കലീങ്ങളുണ്ട്, മലക്കുകൾ മുവക്കലീങ്ങളുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യാത്രക്ക് പുറപ്പെടുന്ന നേരത്ത് ലഖദ് ജാഅക്കും എന്ന ആപത്തുണ്ടാവൂല എന്ന്. അതിന്റെ മുവക്കലീങ്ങളെ ഹിമായത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കും. ഒരു ഒട്ടകപ്പുറത്ത് കയറിയിരുന്നാൽ 3 വട്ടം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് ചൊല്ലാതെ ഒരൊട്ടകപ്പുറത്ത് നിന്നാൽ ഒട്ടകം തെളിക്കരുത്. അതിന്റെ മുവക്കലീങ്ങളായ മലക്കുകളുണ്ട്, അർവാഹുണ്ട്, ഇവരെ സംരക്ഷിക്കും. ഫാത്തിഹന്റെ ചോദ്യം ഇല്ല. ഫാത്തിഹ എന്തിന്റെയും ബിദായത്തിൽ എന്ത് ഫാത്തിഹ ഒരു 3 വട്ടം എന്ത് ചെയ്യാ? ഒറ്റ ഫാത്തിഹ. ഒരു ലഖദ് ജാഅക്കും 3, ഇന്നാ അൻസൽനാഹു ഫീ 3 ഇന്നാ അൻസൽനാ. മോട്ടോർ സൈക്കിൾ കയറി ഇരുന്ന് ചാവിയാണ്ട് തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈ ഫാത്തിഹയും ഒരു ലഖദ് ജാഅക്കും പിന്നെ 3 ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എത്ര വട്ടം? 3 വട്ടം. എന്നാൽ ആപത്തുണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി മുവക്കലീങ്ങളായ ജിന്നുകൾ ഉണ്ടാവും, സ്വാലിഹീങ്ങളായ ജിന്നുകൾ. മനസ്സിലായോ? ഭയങ്കരം. വണ്ടി പോയി അങ്ങോട്ട് ഇടിച്ചു, തൊട്ടില്ല നിലക്കാൻ നിന്നു, എങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും ചില ആളുകൾ. എന്ത് അതാണ്ട് 2 ആൾ പിടിച്ചു നിർത്തി 100 വണ്ടിയൊക്കെ ഒറ്റപ്പിടുത്തത്തിന് നിർത്താൻ ഒരു ജിന്നിന് കഴിയും. ഒരു 100 വണ്ടി ഒറ്റപ്പിടുത്തത്തിന് നിർത്താൻ ആർക്ക് കഴിയും? കുട്ടി, ജിന്നിന് കഴിയും, മലക്കിന് അതിന്റെ അപ്പുറം കഴിയും. ഇത് ഈ ആയത്തിന്റെ മുവക്കലീങ്ങളാവും. ഇവൻ നല്ലോനെ മോശപ്പെട്ടോന്നല്ല, ഈ ആയത്തോതിയിട്ടാണ് അവൻ പുറപ്പെട്ടത്. അപ്പൊ അവർക്ക് അതിന്മേൽ അള്ളാഹുക്ക് ഒരു പ്രത്യേക സമ്മതം ഉണ്ടാവും. അത് പറഞ്ഞോലൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുണ്ടാവും. മനസ്സിലാണ്ടോ? പറഞ്ഞ് ഇല്ലെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ചില പ്രത്യേകമായ ദിക്റുകള്, ചില പ്രത്യേകമായ ഇസ്മുകള്, ആ ഇസ്മുകൾ വഴിയായി ജിന്നുകൾ സേവനം ചെയ്യും. അതും മുഅ്മിനീങ്ങളും സേവനം ചെയ്യാം. മുഅ്മിനീങ്ങളും സേവനം ചെയ്യാം, മുഅ്മിനല്ലാത്തവരും സേവനം ചെയ്യാം. ഇനി 3ാമത്തെ വകുപ്പ്, ജിന്നുകളെ സേവിക്കുന്ന ശിർക്കിന്റെ പദപ്രയോഗങ്ങൾ വഴി ജിന്നിനെ വശപ്പെടുത്തുക. അത് ശിർക്കുമാണ്, ഹറാമുമാണ്. അത് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ അവർക്ക് തീർച്ചയായിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി, ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലുമാണ് ഹറാം. ഷിർക്കിന്റെ പദപ്രയോഗങ്ങൾ വഴി ജിന്നുകളെ വഴിപ്പെടുത്താനുള്ള
ഇന്നത്തെ ചില ആളുകളുടെ ശ്രമങ്ങളുണ്ട്. അത് തികച്ചും എന്താണ്? ഹറാമാണ്. ശരി, അടുത്ത ചോദ്യം. തകിട് തുടങ്ങിയവയിൽ എഴുതി ചികിത്സിക്കുമ്പോൾ അതിൽ എഴുതപ്പെടുന്ന വരകളും കുറികളും അക്ഷരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സിഹറായി കണക്കാക്കിക്കൂടെ? ഈ ചെയ്യുന്നത് ഖൈറ് സ്വലാഹ് കൊണ്ട് അറിയപ്പെട്ട ആളാണോ എന്ന് പരിശോധിച്ച് അയാളിൽ നിന്ന് സ്വീകരിക്കാം. ഈ വരകളുടെയും കുറികളുടെയും അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും, മനസ്സിലായില്ല, ഇവർ എഴുതി തരുന്ന തകിടിൽ എഴുതിയത് അല്ലെങ്കിൽ കോഴിമുട്ടയിൽ എഴുതിയ വരകളും കുറികളും അക്ഷരങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞോളണം എന്നില്ല. അറബി ഭാഷ അറിഞ്ഞ ഒരാളെ മുന്നിൽ കാണിച്ചാൽ അയാൾക്കും അത് അറിഞ്ഞോളണം എന്നില്ല. എന്നല്ലാതെ അറബി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. وعطف قلوب العالمين بأسرها عليا قبولا عليا والبسني قبولا بشلمهت ജൽജലൂത്ത് ബൈത്ത. എന്താ ശൽമഹത്തിന്റെ അർത്ഥം? وعطف قلوب العالمين بأسرها عليا قبولا عليا والبسني قبولا بشلمهت. എന്താ ശൽമഹത്തിന്റെ അർത്ഥം? ഷെൽമഹത്ത് എന്ന് പറഞ്ഞാൽ മിൻ അസ്മാ ഇല്ല, അള്ളാന്റെ ഇസ്മാണ്. അള്ളാന്റെ ഇസ്മ മുഴുവനും കൂടി എന്തല്ല? അറബി അല്ല. ഷെൽമഹത്ത് ഞങ്ങൾ അറബി ഡിക്ഷണറി ആകെ തെരഞ്ഞാൽ കിട്ടൂല. അസ്മാഉൽ ഹുസ്നയിൽ എത്ര 99 ഉസ്താദെ നിങ്ങൾ വിചാരിച്ച്? ഉസ്താദെ, അള്ളാന്റെ അസ്മാ 99 അല്ല, 999 അല്ല, 9999 അല്ല, 99,999 അല്ല, 99,999 അല്ല. നമ്മൾ ഈ ഇത്ര പോന്ന കുഞ്ഞിച്ചട്ടിയിൽ കാണുന്ന മാത്രമാണോ അള്ളാന്റെ ഇസ്മ? അള്ളാന്റെ അസ്മ എന്താ നിങ്ങൾ വിചാരിച്ചത് മനുഷ്യന്മാര്? അള്ളാന്റെ ഇസ്മ വെറും 99 ഉള്ളൂ. അള്ളാന്റെ ഇസ്മിൽ ഈ ഇസ്മ കൈകാര്യം ചെയ്ത അറബിയായ നബിയുമുണ്ട്, അറബി അല്ലാത്ത നബിയുമുണ്ട്. നുബുവത്തിന്റെ ലോകത്തെ അറബിയായത് സയ്യിദുനാ ഇസ്മായിലിന് ശേഷമല്ലേ? അടിസ്ഥാനപരമായി ഇസ്മായിൽ പോലും അറബിയല്ല അലൈഹിസ്സലാം, ഹീബ്രു ആണ്. പിന്നെ അറബിയായതാണ് അറബിയിൽ. മനസ്സിലായോ പറഞ്ഞത്? അപൂർവമായ നബിമാരേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് ഇന്ന് നമ്മൾ കേൾക്കുന്ന 1,24,000 നബിമാരിൽ 90% നബിമാരും ആരല്ല? പറ കുട്ടി, ആരല്ല? അറബിയല്ല. അവരെ ഖൗമിന്റെ ലിസാനിലാണ് അവർ സംസാരിച്ചത്. അതെന്തല്ല? പറ കുട്ടി, അറബിയല്ല. അവർ സംസാരിച്ചത് അവർക്ക് അള്ളാഹുവിൽ നിന്ന് ഇറക്കി കിട്ടിയ വഹയ്കൾ എന്തിലല്ല? അറബിയിലല്ല. അവരെ ആരാധനാ കർമ്മങ്ങളിൽ ഉച്ചരിച്ചിരുന്ന വാക്കുകൾ പറയാ എന്തിലല്ല? അറബിയിൽ അല്ല. അള്ളാന്റെ അസ്മായി അവർക്ക് ഇറക്കി കൊടുത്ത ഇസ്മുകൾ എന്തല്ല? അറബിയല്ല. എന്നതുപോലെ അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇതെല്ലാം അറബിയാവണം എന്തിനാ ശാഠ്യം പിടിക്കണ്? وعطف قلوب العالمين بأسرها عليا والبسني قلبولا بشلمات وبارك لنا اللهم في جمع كسبنا وحل عقود العسر എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഓരോ അസ്മാവ് കൊടുക്കുന്നുണ്ട്. ഈ അസ്മാ ഒന്നും എന്തിൽപ്പെട്ടതായി കാണുന്നില്ല, അറബിയല്ല. എന്നാൽ ഇതെല്ലാം എന്താണ് താനും? അള്ളാന്റെ ഇസ്മുകൾ ആണ് താനും. അപ്പൊ എന്നതുപോലെ ഇത് ഓരോ വഴിയായി കിട്ടിയ ചില അസ്മാകൾ അവരിലുണ്ടാകാം. അവർക്ക് അത് കൃത്യമായി ലഭിച്ചിട്ടുള്ള സുലഹാക്കളായ ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇത്തരം ചികിത്സകൾ, ആ ചികിത്സകൾ നടത്തുന്ന ഇവർ അഹ്ലുൽ ഖൈറി വസ്സലാഹാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവര് അത്തരം ചികിത്സകൾ സ്വീകരിക്കാം. മനസ്സിലായോ? മറ്റേ സ്വീകരിക്കാൻ പറ്റൂല. അതാണ് അതിന്റെ ആത്മീയ ചികിത്സയിൽ ആ പദങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജൽജലൂത്ത് ചിലപ്പോൾ അതിന്റെ വക്കിൽ എവിടെയും ഉണ്ടാവും. ഏതായാലും വലിയ കിതാബിലൊക്കെ ഉണ്ട് ജൽജലൂത്ത്. എഴുത്ത്
നല്ല ബേത്താണ്. അപ്പൊ നമുക്ക് അത് കിട്ടിക്കൊള്ളണം എന്നില്ല, നമുക്ക് അതിന്റെ പദത്തിന്റെ അർത്ഥം അറിഞ്ഞോളണം എന്നില്ല. ഖൈർ സ്വലാഹിന്റെ ആളുകളിൽ നിന്ന് അത് വാരിതായി വന്നാൽ മതി. പിന്നെ വേറൊന്നുണ്ട്, ഒന്നിരിക്കൽ അത് ഇലാഹി ആയിരിക്കണം, അല്ലെങ്കിൽ ശൈത്താനി ആയിരിക്കണം. ശൈത്താനി ആണെങ്കിൽ ഇതിന്റെ ഫാഇലിൽ ഫിസ്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റൂല. അയാൾ ഖൈർ കൊണ്ട് മഅറൂഫ് ആവൂല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായ? നിങ്ങൾ നല്ല ഉഷാറിലാണോ? ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കോഴിമുട്ടമൽ എഴുതി കൊടുത്തേക്കാവുന്ന ആളാണ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ. ഉദാഹരണം പറയാം, മനസ്സിലായില്ലേ? ചിലപ്പോൾ വെറ്റിലമ്മൽ എഴുതി കൊടുത്തേക്കും, ചിലപ്പോൾ എന്തുമൽ എഴുതി കൊടുത്തേക്കും, മുട്ടമ്മൽ എഴുതി കൊടുക്കും. മനസ്സിലാവുണ്ട്? നിങ്ങൾ എന്റെ കൂടെ വരിട്ടാ, ഞാൻ ഉദാഹരണം നീ പറയണം. ഈ മനുഷ്യൻ ഖൈർ കൊണ്ട് മഅറൂഫായ ആളാണ്. എന്താ ഖൈർ കൊണ്ട് മഅറൂഫായ ആള്? മോശപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളിൽ ഒരു തെറ്റും ഇന്ന് വരെ നമ്മൾ മഅറൂഫായിട്ട് ഇല്ല, ഒരു രഹസ്യമായ ജീവിതവും ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബവും ഖൈർ സ്വലാഹ് കൊണ്ട് അറിയപ്പെട്ടവരാണ്. അദ്ദേഹത്തിന്റെ കൂടെ രാവും പകലും ആളുണ്ട്. 5 വക്ത് നിസ്കരിക്കുന്നതിലും അതിന്റെ ജമാഅത്തിനെ സൂക്ഷിക്കുന്നതിലും അതിന്റെ സുന്നത്തിനെ സൂക്ഷിക്കുന്നതിലും ദിക്റുകളും ഔറാദുകളും കാര്യമാക്കുന്നതിലും അല്ലാഹ് എന്ന് പറയുമ്പോൾ പേടി വരുന്നതിലും നരകം എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടിക്കരയുന്നതിലും നമ്മളെ കൂട്ടത്തിൽ ആരെക്കാളും ഉഷാറുള്ള ആളാണ് ആര്? ഈ വാവാളുഞ്ഞിക്കാല്. ഒരു ഉദാഹരണം എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഈ മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം അമലുകൾ, ഒരു അമല് 2 വഴിക്കേ വരുള്ളൂ. ഒന്നിരിക്കൽ ഇലാഹി ആയിരിക്കും, അല്ലെങ്കിൽ ശൈത്താനി ആയിരിക്കും. ശൈത്താനി ആണെങ്കിൽ ശൈത്താൻ ഒരു വ്യക്തിയിൽ അള്ളാന്റെ റിള ഇഷ്ടപ്പെടൂല. മനസ്സിലായില്ല? അള്ളാന്റെ റിള ഇഷ്ടപ്പെടൂല. അവൻ ശൈത്താന്റെ സ്വഭാവം കാണിക്കും. ശൈത്താന്റെ സ്വഭാവം എന്താ? അഴിസുയാന്. അപ്പൊ ഇയാളെ കൊണ്ട് ശൈത്താൻ എന്ത് ചെയ്യിപ്പിക്കും? ദോഷം. ഒന്ന് ഉറങ്ങാതിരിക്കണ ചെങ്ങാതി പോത്തിനെ പോലെ വന്നിരുന്നിട്ട് ഉച്ചക്ക് വന്ന് ഉറങ്ങാണ് കുറച്ച് ആളുകൾ. പറയണ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നിങ്ങളിത് തലക്ക് കയറ്റി ഞാൻ അവസാനം മാപ്പ് പറയട്ടാ. എത്ര ഇടങ്ങേറായിട്ട് ഞാൻ ഇത് പറയും. നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ടിരുന്നാലും ഇത് തലക്ക് കയറ്റി, നിങ്ങൾക്ക് തലക്ക് കയറ്റി. ഇത് 2 അവസ്ഥ ഉണ്ട്. മൂലേരാണെന്ന് വെച്ച് നോക്കണ്ട, താലി കെട്ടിയെന്ന് വെച്ച് നോക്കണ്ട. കള്ള നമുക്ക് മാറായിരിക്കും. ആര്? മൂലേരച്ച് കണക്കാക്കണ്ട, നാടനെ അങ്ങനെയും കണക്കാക്കണ്ട. അവർക്ക് അത് അവരെ ഗുരു പരമ്പരയിൽ നിന്ന് സമ്മതം കിട്ടിയത്. പിന്നെ ആലിമാകുമ്പോ അവരെ കയ്യിൽ എന്ത് സംഭവിക്കൂല? തെറ്റ് വരൂല. അവര് തെറ്റ് വരില്ല പറഞ്ഞാൽ ഈ പ്രയോഗങ്ങളിൽ ഹറമാത്ത് വരില്ല. അതേ സമയത്ത് ഇലാഹി അല്ലെങ്കിൽ ഇവരെ കൊണ്ട് തെറ്റാര് ചെയ്യിപ്പിക്കും? ശൈത്താൻ. കാരണം ശൈത്താനാണ് ഒപ്പം കൂടിയെങ്കിൽ ഷെയ്ത്താൻ ഇസ്യാൻ ചെയ്യാതെ ഷെയ്ത്താൻ നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്കുള്ള മുന്നിൽ അണ്ണാക്കുന്ന ഒരു ഒച്ച ഉണ്ടാക്കി സംസാരിച്ച 10 മിനിറ്റ് സംസാരിക്കാം, പിന്നെ എന്റെ ഒച്ചയിലേക്ക് മാറൂലേ? ഞാനിപ്പോഴും അങ്ങോട്ടേക്ക് ഇറങ്ങിയാ കേൾക്കണ്ടേ? മനസ്സിലായില്ല? ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിച്ചു. അത് എത്ര നേരം സംസാരിക്കും? എത്ര സംസാരിച്ചാലും അതിന് പരിധി ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്റെ ഒറിജിനൽ പിശാച് ഒരാളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പൊട്ടീസ് കാട്ടിയാലും കുറച്ച് കഴിഞ്ഞാല് സ്വന്തം നേച്ചുറൽ സിസ്റ്റത്തില് ഓന്റെ സിസ്റ്റം എന്താ? അഴിസിയാന്, പടച്ചോനെ എതിര് ചെയ്യല്. അപ്പൊ ഒരു മനുഷ്യൻ നമ്മളെ ഇടയിൽ ഖൈർ കൊണ്ട് മഅറൂഫായി, അതായത് ഖൈറല്ലാത്തത് അയാളിൽ നിന്ന് വരുന്നില്ല. അയാളിൽ വ്യഭിചരിക്കുക, ഒരു കള്ളുടിക്കുക, ഒരു സിനിമ കാണുക എന്നൊന്നും അയാളിൽ വരുന്നില്ല. അയാൾക്ക് അള്ളാഹ് എന്ന് പറഞ്ഞ പേടിയുണ്ട്, അയാൾ നരകം എന്ന് പറയുമ്പോൾ കരയുന്നുണ്ട് എങ്കിൽ ഈ വ്യക്തി നമ്മളെ മുന്നിൽ എന്തുകൊണ്ട് മഅറൂഫാണ്? ഖൈർ സ്വലാഹ് കൊണ്ട് മഅറൂഫാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇലാഹിയായ ചികിത്സ ഇല്ലാത്തൊരു ചികിത്സ ചെയ്യാൻ കഴിയൂല. എന്തിനാണ് പഠിക്കുന്നത്? ചില ആളുകൾ ചോദിക്കും, ആത്മീയ ചികിത്സന്മാരെ നന്മ തിന്മ എങ്ങനെ തിരിച്ചറിയാം? അവര് ഖൈർ കൊണ്ട് മഅറൂഫാകണം. മോശപ്പെട്ടവരിൽ നിന്ന് പുറത്ത് എത്ര ചികിത്സകരുണ്ട്? പോലീസ് സ്റ്റേഷനിൽ പോയി തല്ലിട്ടി ഇറങ്ങിയ എത്ര ചികിത്സകാരികൾ ഈ കേരളത്തിൽ? വയസ്സന്മാര്, തൊണ്ടന്മാര്, തനി തൊണ്ടന്മാരായ തൊണ്ടന്മാര്
തനി തൊണ്ടന്മാര് വാതിലടച്ചിട്ട് അവസാനം പെൺകുട്ടികൾ പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് മക്കളും മക്കളും പേരമക്കളെ കെട്ടിച്ചോലിക്ക് വരെ പോലീസിന്റെ കയ്യിൽ നിന്ന് തല്ലിട്ടി എത്ര സംഭവം നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ അടുത്ത കാലത്ത് വരെ ഉണ്ട്. താടിയും തൊപ്പറയൊക്കെ ഓൽക്കുണ്ടാവും. മനസ്സിലായില്ല. പക്ഷെ ഇവരെ കൂടെ ആരായിരിക്കും ഉണ്ടാവുക? ശൈത്താനായിരിക്കും. എല്ലാരും പിന്നാലെ നിങ്ങൾ പായണ്ട. അപ്പൊ ഇത്തരം ചികിത്സ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാല് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ എന്താ ചോദിച്ച കുഞ്ഞിച്ചട്ടി പിന്നെ എന്താ ഇതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ അസ്മാകൾ എഴുതി. അസ്മാകൾ ഇനി അവരെഴുതുന്ന ശിർക്കിന്റെ ഇസ്മകളാണെങ്കിൽ അവർക്ക് അള്ളാനെ ഭയപ്പെടാനോട്ട് കഴിയൂല. ശിർക്കിന്റെ ഇസ്മ കൊണ്ട് ചികിത്സ ചെയ്യുമ്പോൾ അവന്റെ കൽബിൽ ആര് കയറും? ശൈത്താൻ കയറും. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ അവർക്ക് നല്ലത് കൊണ്ട് അറിയപ്പെടാൻ കഴിയൂല. ഒരാൾ നമ്മളെ കൂട്ടത്തിൽ നല്ലത് കൊണ്ട് അറിയപ്പെടുന്ന ചികിത്സാരിയാണെങ്കിൽ അയാൾ അള്ളാന്ന് പറയുമ്പോ ഇങ്ങനെ പേടിയുണ്ട്. അയാളെ സിറും ജഹറും അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരാളെ പറ്റി ചികിത്സാരി എന്ന് പറയുമ്പോഴത്തേന് പായണ്ട. അയാളെ പറ്റി നീ ശരിക്കൊന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ ഈ പോണ്ട. ഈ നിനക്ക് കിട്ടുന്ന ആയത്തോതി ചികിത്സിച്ചോ, അല്ലാത്ത നിർവാഹമില്ല. പിന്നെ അങ്ങനെ വന്നാൽ ചികിത്സാരിയെ കിട്ടിയിട്ടില്ലെങ്കിലോ വൈക്കത്താറ് സ്വലാത്തി അലാ റസൂലില്ലാഹ്. സിഹർ ബാത്തിലാവുന്ന അമൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സിഹർ ബാത്തിലാവണോ? സ്വലാത്തുൽ ഫാത്തിഹ 1,24,000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഇബത്താലാകാത്ത അഴിഞ്ഞോകാത്ത സിഹർ ഉണ്ടാവില്ല. ബലവും വൃത്തിയായി ചൊല്ലുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്ന് അതുപോലെ 500 ലഖദ് ജാഅക്കും ദിവസം ചൊല്ലിയാൽ ചില്ലറ ദിവസം കൊണ്ട് പൊട്ടി തകർന്നു. എന്ത് സിഹർ? 500 ലഖദ് ജാഅക്കും ദിവസം, എല്ലാ ദിവസവും 500. അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ 500 സ്വലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ ഏറ്റവും നല്ലത് അദദുൽ അംബിയായിൽ റസൂലുള്ളാഹിക്ക് നേർച്ചയാക്കാം. അത് കഴിയുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ കാണും. അതിന് ചില പ്രത്യേകമായ എന്ത് കിട്ടും അയക്കാൻ ഇനി കഴിയും. എന്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഈ രണ്ട് കാര്യം ചെയ്യാ, അഴിയാത്ത സിഹർ ഉണ്ടാവൂല. പിന്നെ ഫിസിക്കലായ രോഗങ്ങൾ ഉണ്ടാവാം. അതിന് ഡോക്ടറെ അടുത്ത് കാണിച്ചാലും മതി. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിന് മോക്കര്യങ്ങളുണ്ട്. ചാവിട്ടും വന്നിട്ട് പിന്നെ അവിടെ ശൈത്താൻ ബാക്കിയുണ്ടായ ചാവിട്ടാൻ ഇട്ടു ശൈത്താൻ. 500 ലഖദ് ജാഅക്കും ദിവസം ഓടുക. പിന്നെ 1,24,000 സ്വലാത്തുൽ ഫാത്തിഹ നേർച്ചയാക്കിയ 1 മാസം കൊണ്ട് ചൊല്ലി തീർക്കുക. ചൊല്ലിയെടുത്ത് തീർക്കന്നെ. ഡെയിലി 500 അല്ല, എനി ടൈം പൊട്ടിയിരിക്കും. 1,24,000 അദദുൽ അംബിയ 1,24,000 സ്വലാത്തുൽ ഫാത്തിഹ നേർച്ചയാക്കുക റസൂലുള്ളാഹിക്ക്. എന്നിട്ടാണ് ചൊല്ലുന്നെ. വൃത്തിയാക്കി ചെല്ലുക, അതായത് പായരുത്. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പിന്നെ
ലഖദ് ജാഅക്കും 2500 വട്ട ദിവസം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليه بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. 1,24,000 നേർച്ചയാക്കാം. അത് നേർച്ചയാക്കിയാൽ നല്ലത്. നേർച്ചയാക്കി ആ കൂലിയും കൂടി കിട്ടും ദിവസം ചെല്ലാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 5 വഖ്ത് നിസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായും പാലിക്കുക. ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടുക. പിശാചിന് ഓടേണ്ടി വരും, പിശാചിന് പായേണ്ടി വരും, പിശാചിന് നിൽക്കാൻ കഴിയില്ല. വൃത്തികേടാണ്. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. വൃത്തികേട് ചെയ്യിക്കാതെ പിശാചിന് നിലനിൽക്കാൻ അള്ളാഹു വലിയ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ വലിയ ആരാണ്? അള്ളാഹു പേടിക്കണ്ട. അള്ളാഹു കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ കൃത്യമായി എടുക്കുക, ഹറാമെന്ന് പൂർണ്ണമായി ഒഴിവായി നിൽക്കുക. എന്നിട്ട് ഈ അമല് നിങ്ങൾ ചെയ്യ്. പൊളിഞ്ഞ് താരിപ്പണാവൂടോ, പൊളിഞ്ഞിട്ട് താരിപ്പണാവും. 1 മാസം കൊണ്ട് ആവനാണ് ഹൈറ്. എന്തിനാ ഞാൻ ഈ 1 മാസം എന്ന് പറഞ്ഞെന്നറിയോ? 1 മാസം ഷർത്തായതുകൊണ്ടല്ല, തോന്നിയ മാതിരി പറ്റൂല. അതായത് ഓന്ന് നേർച്ചയാക്കി പിന്നെ അത് അങ്ങനെ ഇട്ടു, അതുകൊണ്ട് നടക്കൂല. അവന്റെ ദിവസം അതിന്മേൽ എന്താവണം? ഷുഗലാകണം. ഷുഗലായ ഭയങ്കര എളുപ്പാ, ഭയങ്കര സമയം കുറച്ച് തരും, ഭയങ്കര സുഖമായിരിക്കും. പിശാചിന്റെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ്? പിശാചിന്റെ ദൗർബല്യങ്ങൾ, കുറവുകൾ, അതായത് ന്യൂനതകൾ. പിശാചിന്റെ ന്യൂനതകൾ എന്തെല്ലാം അല്ലെ? പിശാചിന്റെ ന്യൂനതകൾ കുട്ടിയെ ഐസുയാനാണ്. പിശാചിന്റെ ഏറ്റവും വലിയ ന്യൂനത ഐസുയാനാണ്, അള്ളാഹ്ക്ക് എതിര് ചെയ്യുക. അതാണ് അവന്റെ ഏറ്റവും വലിയ ന്യൂനത. അതില്ലാതെ പിശാചിന് മുന്നോട്ട് പോകാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ബാത്തിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഷെയർ. പക്ഷെ കൂടുതൽ പേരും റഫീഖ് മാഷ ചോദ്യം ഞാൻ ആവർത്തിക്കാം. റഫീഖ് മാഷ ചോദ്യം, കണ്ടതെല്ലാം സിഹറാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതിന്റെ പ്രാഥമികത്തിൽ ഞാനത് പറഞ്ഞിരുന്നു. കണ്ടതെല്ലാം അവര് സിഹറാണെന്ന് വിചാരിക്കുന്നു. അപ്പോ അങ്ങനെ കണ്ടതെല്ലാം തൊട്ടതെല്ലാം സിഹറാണെന്ന് സങ്കല്പിക്കുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ സിഹറിന്റെ അടയാളങ്ങൾ എന്ത്? ഇതാണ് ചോദ്യം. ഒരു ചോദ്യം അല്ലേ? അതല്ലേ ഒരു ചോദ്യം? ഖൈറായ കാര്യങ്ങൾക്ക് മവാനിഇനെ സ്ഥാപിക്കുക, മുഹറമാത്തിലേക്ക് ആവേശം വർദ്ധിക്കുക, ഇതെല്ലാം പ്രത്യക്ഷ അടയാളങ്ങളാണ്. ഗസ്ല് വർദ്ധിപ്പിക്കുക. അടിസ്ഥാനം ഇവൻ മടിയനല്ല. മടി വർദ്ധിക്കുക. എന്തിന്റെ മേൽ? ഖൈറിന്റെ മേൽ മടി വർദ്ധിക്കുക. ഖൈറായ കാര്യത്തിന് മവാനിഇനെ തടസ്സങ്ങളെ കൊണ്ടുവരിക. ഞാൻ ഇന്നത്തെ പ്രഭാഷണം തന്നെ തുടങ്ങിയപ്പോ പറഞ്ഞു, എന്ത്? നിസ്കരിക്കാൻ നിന്നാൽ കോട്ടുവായ വരിക പിശാചിന്റെ സ്വാധീനാണ്. പിന്നെ ഇതിന്റെ അസ്റാർ അറിയുന്ന ആളെ സമീപിച്ചാൽ അവർ അത് സിഹ്ർ ആണോ, അതല്ല ഐനാണോ, അതല്ല ശൈത്താൻ വന്നുകൂടിയതാണോ എന്ന് പറഞ്ഞു തരും. ഓരോരുത്തർക്കും അതതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പനി വന്നു, ഡോക്ടർ അടുത്ത് ചെന്നു. ആദ്യം അയാൾ ഒരു പാരസെറ്റമോൾ തന്നു, പോന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു. 3-ാം ദിവസം ചെന്ന് പനി മാറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ മരുന്നിന് എഴുതൂല. ആദ്യം അയാൾ രക്തം നോക്കി വാന്ന് പറയും. രക്തത്തിലൊന്നും കണ്ടില്ലെങ്കിൽ മൂത്രം ടെസ്റ്റ് ചെയ്ത് വാന്ന് പറയും. മനസ്സിലായോ? എന്തേ അങ്ങനെ തന്നെയല്ലേ? എല്ലാ പനിയും പ്രത്യക്ഷത്തിൽ പനിയാണെങ്കിലും എല്ലാ പനിയും ഒരുപോലെ അല്ല എന്നതുപോലെയാണ് ഇവിടെയും കാര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം
പിശാചിന്റെ ചെറിയ സ്വാധീനം ഉണ്ടാവും. എന്താണെങ്കിലും ഖൈറിലേക്കുള്ള മടിയുടെ അടിസ്ഥാനം എന്താണ്? ശൈത്താന്റെ സ്വാധീനം. ചിലത് നിസ്സാരമായി നീങ്ങിപ്പോവും. അടിസ്ഥാനം മടിയിൽ ശൈത്താൻ സ്വാധീനിച്ചതായിരിക്കും. ചിലത് വന്നു കൂടിയതായിരിക്കും, ചിലത് വരുത്തി കൂട്ടിയതായിരിക്കും. അത് അതിന്റെ ആള് പരിശോധിച്ചാൽ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവും. ഉദാഹരണം പറയാം, ഖൈറായ കാര്യങ്ങൾക്കൊന്നും ഒന്നും ഒരാൾക്ക് നടക്കാതിരിക്കുക. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ലബീദ് ബിൻ അസം സിഹർ ചെയ്ത സംഭവത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ടല്ലോ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടയാളം അവിടെ പറയുന്നുണ്ട്. എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ സമയിപ്പിക്കാൻ വേണ്ടി വരും. വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ശാരീരികമായി തളർച്ച അനുഭവപ്പെടും, തിരിച്ചു പോകും. ഇത് ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അമ്പിയാക്കൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ സംഭവിക്കാം. ബുദ്ധി നീങ്ങുകയോ ജുനൂന് വരികയോ അങ്ങനത്തെ സംഭവമൊന്നും അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ശാരീരികമായ തളർച്ച വരാം. ചില സംഗതികൾ അങ്ങനെയാണ്. ചില സംഗതികളിൽ ഇപ്പൊ ഉദാഹരണം പറയാ, ഇത് സിഹറിന്റെ ഒരു അടയാളമാണ്, വലിയ അടയാളമാണ്. സിഹർ ലോകത്ത് വന്ന ഒരു കാര്യം തന്നെ യുഫരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുപിരിക്കലായിരുന്നു സിഹറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് അൽ ബഖറ 102-ാമത്തെ ആയത്തിലുണ്ട്. കിടപ്പറയിൽ പ്രവേശിക്കും, ഭാര്യയെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിനെ വേണ്ട. അവർക്കിടയിൽ 1-2 വർത്താനം പറഞ്ഞാൽ അവര് വഴക്കാവും. റാഹത്തായി പുരയിൽ വന്നതാണ്, 2 വർത്താനം പറയുമ്പോഴത്തിന് അടിയായി. പണ്ട് അങ്ങനത്തെ ഒരു സംഗതി അവർക്കില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അലാമാത്തുകളാണ്. അവിടെ പിശാചിന്റെ സ്വാധീനം ഉണ്ട്. കാരണം അള്ളാഹുവിന്റെ മലായികത്തിന്റെ പിശാചിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ അവിടെ ആരുണ്ടാവും? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. മലായികത്ത് ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുക? സമാധാനം. അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല? തല്ലുണ്ടാവില്ല. ഏതെങ്കിലും നിരക്കുള്ള പിശാചിന്റെ സ്വാധീനം അവിടെ ഉണ്ടാവും. ഇനി അത് എന്ത് എന്നുള്ളത് അറിയുന്ന ആളേറ്റ് പരിശോധിച്ചാൽ അവർ പറയും സീറാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ്, അതവർ പറയും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണില്ലേ? അതാ അല്ലേ, വീടുണ്ട്, ഭാര്യയും ഭർത്താവും റാഹത്തായി ജീവിച്ചിരുന്നു. ഈ റാഹത്തായി ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ പിന്നെ എന്തായെന്നറിയോ? അനാവശ്യമായി വർത്താനം. ഒരു വർത്താനത്തിന് ഇരുന്നു, 1-2 വർത്താനം പറഞ്ഞപ്പോഴത്തിന് എന്തായി? പിണങ്ങി. ശൈത്താന്റെ സ്വാധീനം. ഇങ്ങനത്തെ സംഗതി നമ്മളെ നാട്ടിലില്ലേ? അവിടെ മലായിക്കത്തുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. മുഖത്ത് സൗന്ദര്യമുള്ള പെൺകുട്ടിയായിരുന്നു, കെട്ടിക്കാനുണ്ടായപ്പോ മുഖനാശായി. ഒരു പെൺകുട്ടിയെ കൊണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കാരണം ശൈത്താൻ കൂടിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം, അതിന് നീക്കണം. ആരും കണ്ട നോക്കി പോകുന്ന കുട്ടിയെ പെട്ടെന്ന് കോലണ് മാറി. ഇത് നിലനിന്ന വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു കാലത്തും നീങ്ങി പോകാൻ പറ്റാത്ത ചില അടയാളങ്ങൾ ശൈത്താൻ സ്വാഭാവികമായി വരുത്തും. ഹിഫ്ള് നഷ്ടപ്പെട്ടു പോയാല് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിഫ്ളുകൾ ഉണ്ട്. ഇപ്പൊ ഇക്സാറുൽ ഫാത്തിഹ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ ഫാത്തിഹ പതിവാക്കിയ വീട്ടിൽ അപകടം കുറയും. അവിടെ അതിന്റെ മുഅക്കലീങ്ങളായ മലക്കുണ്ടാവും. കഞ്ഞി ഇപ്പൊ 2 അവസ്ഥ. ഇപ്പൊ നമ്മളെ ഉമ്മ, ആരും പറയാം എൻ്റെ ഉമ്മ, ബാപ്പ ഉണ്ടായിരുന്ന എൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പാടത്തും പറമ്പിലും പണി ആണ്. ബാപ്പാക്ക് എന്നും പണിക്കാരായിരിക്കും. അപ്പൊ വീട്ടിൽ പണിക്കാരുണ്ടാവില്ല. ഈ 8-10 പണിക്കാർക്കൊക്കെ കഞ്ഞി വെക്കുന്നത് ആരാണ്? ഉമ്മേനെ. ഈ കഞ്ഞിന്റെ പാത്രം, ഈ കൂട്ടാന്റെ പാത്രമൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര സ്പീഡിൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി കഞ്ഞിന്റെ വെള്ളം ഉമ്മാന്റെ മുഖത്തേക്ക് തെറിച്ചിട്ടില്ല. അപ്പൊ എന്താ അടിസ്ഥാനം? ഹിഫ്ള്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? അവർ ചെയ്യുന്ന അമലിന്റെ ഹിഫ്ള്. നേരെ മറിച്ച് നേരെ എടുത്തു വെക്കുമ്പോഴത്തിന് നേരെ തളന കയറി ആ മുഖം നശിക്കാൻ അത് മതിയാവും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? അല്ലാതെയും സംഭവിക്കും. നല്ല
കോലത്തിൽ വന്ന ഒരു കുട്ടി അതിന് കാരണം കോലാണ് മാറി, ആർക്കും പറ്റാത്ത കോലത്തിലേക്കായി. അതിന് സംഭവിച്ചത് എന്താ? ഇനി അതിനെ നീക്കിക്കളഞ്ഞാൽ ആ അവസ്ഥ വീണ്ടും തിരിച്ചു വരും. ഏതവസ്ഥ? പഴയ അവസ്ഥ, നല്ല അവസ്ഥ. അതിന് പലതിലും വരും, ശൈത്താൻ പലതിലും വരും, നേരെ വിപരീതം ഉണ്ടാക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഈ സംഗതികളിലൊക്കെ പിശാചിന്റെ സ്വാധീനം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഒന്ന് രണ്ട് ക്ലാസ്സും കൂടെ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുന്നുള്ളൂ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിനെ ഞാൻ സിഹർ ചെയ്തു എന്നാണ് അവർ പറയുന്നതും വിശ്വസിക്കുന്നതും. സിഹർ എന്താണെന്ന് എനിക്കറിയില്ല. ആ വിഷയത്തിൽ ഞാൻ വളരെ പ്രയാസത്തിലാണ്. ഞാൻ അവരോട് ചോദിക്കാനോ മറ്റോ പോയിട്ടുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അല്ലാഹുവിൽ കാവൽ തേടുക. ഇനി അവർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുമായി ഈ വിഷയം സംസാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആർക്കോ ഞാൻ സിഹർ ചെയ്യുന്നു എന്ന് അഭിപ്രായമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല, എനിക്ക് സിഹർ എന്താണെന്ന് അറിയൂല. പിന്നെയും നിങ്ങൾ സിഹർ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരു ദിവസം അവർ നിങ്ങളെ കാലിൽക്കൽ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേര് റഹ്മത്തുള്ള എന്നല്ല, വന്നിരിക്കും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. മനസ്സിലായില്ല? നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്നറിയോ, ഷെക്കുണ്ടാക്കുന്ന വഴികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായി എന്ത് ചെയ്യണം? സംസാരിക്കണം. നിങ്ങൾക്ക് ആരോ ഞങ്ങൾ സിഹർ ചെയ്തു എന്ന് അഭിപ്രായം ഉണ്ടെന്ന് ഇങ്ങനെ പൊതു സംസാരമായി കേട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് സിഹർ എന്താണെന്നോട്ട് അറിയില്ല എന്ന് പറയണം. എന്നിട്ടും അവരത് വിശ്വസിക്കുന്നില്ല, നിങ്ങൾ സിഹർ ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരു ദിവസം അവർ നിങ്ങളുടെ കാൽക്കൽ വരേണ്ടി വരും. അള്ളാന്റെ അടിമയെ ഒരിക്കലും അള്ളാഹു അവന്റെ മനസ്സിന്റെ പ്രയാസത്തെ നിലനിർത്തൂല. നിങ്ങൾക്ക് പറയണ മനസ്സിലാവണില്ലേ? എന്തിനാ നിങ്ങൾ പേടിക്കണത്? നിങ്ങൾ എന്തിനാ പേടിക്കണം?